ചോദ്യം നമ്പർ 31 ശ്രീ PP ചിത്തരഞ്ജൻ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സാറേ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മേഖലയിൽ ഉൽപ്പാദനവും തൊഴിലും വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ വ്യവസായ വകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. സർക്കാർ പദ്ധതികൾ വഴിയുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിലുപരി സംരംഭകർക്ക് ആവശ്യമായ വിവിധ സേവനങ്ങളും ഉപദേശങ്ങളും നൽകുന്ന ഒരു ഫെസിലിറ്റേറ്റർ എന്ന നിലയിലും വകുപ്പിൻ്റെ പ്രവർത്തനം മാറിയിട്ടുണ്ട്. സംരംഭകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയും വ്യവസായം തുടങ്ങാൻ ആവശ്യമായ അനുമതികൾ സമയബന്ധിതമായി നൽകാൻ സഹായിക്കുകയും വഴി കേരളത്തെ മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. വളരെ വിശദമായ മറുപടിയാണ് സാർ ഞാൻ മേശപ്പുറത്ത്. ഓക്കെ, താങ്ക് യു. ശ്രീ PP ചിത്തരഞ്ജൻ. സാർ, വ്യവസായ രംഗത്ത് അഭിമാനകരമായ കുതിപ്പിൻ്റെ ഒരു കാലഘട്ടമാണ് സാർ. കേരളത്തിലെ ഗവൺമെൻറ് എല്ലാ മേഖലയിലും അഭിമാനകരമായ നേട്ടമാണ്. പക്ഷേ ചിലർക്കത് സഹിക്കുന്നില്ല സാർ. ഫ്യൂഡൽ മനോഭാവവും മാടമ്പിത്തരവും കൈവച്ചുകൊണ്ട് കേരളത്തിന്റെ വ്യവസായം ഞാൻ പറയാൻ വന്നത് സാർ, പറയാൻ പോരൊക്കെയല്ല സാർ. ചോദ്യത്തിന്റെ സമയം സാർ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരെ നടന്നിട്ടുള്ള അധിക്ഷേപത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സാർ, അതുകൊണ്ട് എന്റെ ചോദ്യം സാർ വേറെ പരിപാടി നോക്ക്, അതൊന്നും വഴങ്ങത്തില്ല സാർ. സാർ, അടുത്തിടെ നമ്മുടെ സംസ്ഥാനം പങ്കെടുത്ത വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സംസ്ഥാനത്തിന്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ലോകത്തിന് പരിചയപ്പെടുത്തിയത്, അതുവഴി നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ മേഖലയ്ക്ക് വളർച്ചയിലേക്ക് എന്തൊക്കെ സംഭാവനകളാണ് സാർ ലഭ്യമായത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? ഒരു മിനിറ്റ് മിനിസ്റ്റർ, ചോദ്യകർത്താവ് ചോദിക്കുമോ ചെയറിനോട് കുറച്ച് പൊളൈറ്റ്നെസ് ഒക്കെ ആവാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ബഹുമാനായ അംഗം ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. ലോക സാമ്പത്തിക ഫോറത്തിൽ കഴിഞ്ഞ തവണയാണ് നമ്മൾ ഔദ്യോഗികമായ ഒരു ഡെലിഗേഷൻ പങ്കെടുക്കുന്നത്. അതുവഴി ഇപ്പോൾ അവിടെ നടക്കുന്ന സംവിധാനത്തിൽ നാം കാണുന്നത് നെറ്റ്വർക്കിംഗ് കഴിയുന്ന, എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു സിംഗിൾ പോയിന്റ് എന്ന നിലയിലാണ് ദാവോസിൽ നമ്മൾ പങ്കെടുത്തത്. കഴിഞ്ഞ തവണ പോകുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഇത്തവണ നമ്മൾ EOE, MOU, LOE ഇതിനകത്തൊന്നും കേന്ദ്രീകരിക്കില്ല. കാരണം തിരിച്ചു വരുമ്പോൾ തന്നെ കേരള ആയതുകൊണ്ട് ആദ്യം ചോദിക്കാൻ പോകുന്നത് എത്ര MOU ഒപ്പുവെച്ചു. ഇതൊരു മാളിൽ പോയിട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ ഒരു 10 MOU, 2 LOE, ഒരു 3 EOE എടുക്കൂ എന്ന് പറയുന്ന പോലെയല്ല. നമുക്ക് കേരളത്തെ ഒന്നും കൂടി വിസിബിൾ ആക്കണം, കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കണം. അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആനുവൽ കോൺഫറൻസിനകത്ത് നമ്മൾ പങ്കെടുത്തപ്പോൾ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതോടൊപ്പം അതിൻ്റെ തൊട്ടുപുറകെ വരുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലേക്ക് അവിടെ നിന്ന് പരമാവധി ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമോ, ഈ 2 ഉദ്ദേശങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം പങ്കെടുത്തപ്പോൾ നമുക്കുണ്ടായിരുന്നത്. അതിൽ നന്നായി വിജയിക്കാൻ കഴിഞ്ഞു. കേരളം കുറേ കൂടി വിസിബിളായി. ഈ വർഷം പങ്കെടുത്തപ്പോൾ, ഈ വർഷം എന്നെ കൂടാതെ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ്, അതുപോലെ MD KSIDC ജനറൽ മാനേജർ, ഇത്രയും ആളുകളാണ് ഇതിനകത്ത് പങ്കെടുത്തത്. ഇത്തവണ പങ്കെടുത്തപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും EOE ബന്ധപ്പെട്ടുള്ള കുറച്ച് ശ്രമങ്ങളാണ് നടത്തിയത്. ഇന്ത്യ പവലിയൻ എന്ന് പറഞ്ഞ പൊതു സംവിധാനമുണ്ട്. അതിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ അതിനകത്തൊരു മുറി തന്നെയാണ് 10 കോടി രൂപയാണ് അതിന് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് 7.5 കോടിക്ക് അവസാനിപ്പിച്ചു. ഇത്തവണ 10 കോടി ആദ്യം കൊടുത്തതിന് ശേഷമാണ് നമുക്കൊരു ചെറിയ സന്ദർഭമാണ് നൽകിയത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം, നമ്മൾ ഈ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തിറങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള സ്റ്റേറ്റിൻ്റെ ആളുകൾ പതുക്കെ അങ്ങോട്ടും വിളിക്കും. അപ്പോൾ നമ്മളിവിടുന്ന് നിങ്ങൾക്ക് 10% ലീസ് ആദ്യം നൽകിയാൽ മതി എന്ന് പറഞ്ഞു പോകുമ്പോഴായിരിക്കും അപ്പുറത്ത് 1 രൂപയ്ക്ക് ആവശ്യത്തിന് സ്ഥലം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ അവിടെ ഒരു മുറി ഔദ്യോഗികമായി നിലനിർത്തി തന്നെ മറ്റ് ചില ആന്ധ്രാപ്രദേശൊക്കെ ഒരു ഹോട്ടലിൻ്റെ ഫ്ലോർ മുഴുവൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് സാർ. നമ്മൾ പ്രത്യേകമായിട്ടുള്ള മറ്റൊരു പവലിയൻ കൂടി നടത്തിയിരുന്നു. നല്ല രീതിയിൽ നമുക്ക് അതിനകത്ത് EOEയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഏകദേശം $14 ബില്യൺ $1,18,000 കോടി രൂപയുടെ താൽപ്പര്യപത്രങ്ങൾ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട ഒന്നിപ്പോൾ ANSR, നിങ്ങളത് എല്ലാവർക്കും സൈറ്റ് നോക്കി അറിയാൻ കഴിയുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ GCC നിർമ്മാതാക്കളാണ്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ. അവരാണ് 250ഓളം GCCകൾ ലോകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. 500 ഫോർച്യൂൺ കമ്പനികൾ, 500 കമ്പനികൾ അവരുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ 2 ഗ്ലോബൽ സിറ്റി, ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലും, അടുത്ത ഘട്ടമായി കോഴിക്കോടും, അങ്ങനെ ഗ്ലോബൽ സിറ്റി നിർമ്മിക്കുന്നതിനുള്ള താല്പര്യപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ലഭിക്കാൻ അത് സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡാറ്റാ സെൻറ്റർ സിഫി ടെക്നോളജീസ് 1000 കോടിയുടെ ഒപ്പുവെച്ചിരുന്നു. പ്രധാനപ്പെട്ട ഒന്നാണ് സാർ കാനീസ് ഇൻ്റർനാഷണൽ, അത് സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ്. 2500 കോടിക്കാണ് എയറോസ്പേസ് എനർജിയുടെ കാര്യത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. രാംകി ഇൻഫ്രാസ്ട്രക്ചർ 6000 കോടിയുടെ ഇക്കോ ടൗൺ വികസനം, സംയോജിത വ്യവസായ പാർക്കുകൾ,
6000 കോടിയുടെ ഇവർ ഒപ്പുവയ്ക്കുമ്പോൾ തന്നെ 60,000 കോടി അതുവഴി ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരാം എന്നുള്ള ധാരണയും എത്തിയിട്ടുണ്ട്. റീസസ് റിനയബിലിറ്റി 1000 കോടി, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളുടെയും മീഡിയ വഴി കൊടുത്തിട്ടുണ്ട്. 3 ദിവസം 19 വൈകിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. 22 വൈകിട്ട് ഞാനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തിരിച്ചു പോന്നു. ഞങ്ങൾ 3 ദിവസം കൊണ്ട് 67 കമ്പനികളുമായിട്ട് ചർച്ച നടത്തി. പൂർണ്ണമായിട്ടും വിജയകരമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ഇതിൻ്റെ തുടർ നടപടിയും നമുക്ക് സ്വീകരിക്കാൻ കഴിയും. തിരിച്ച് സാർ ഞങ്ങൾ കൊച്ചിയിൽ 4 മണിക്ക് വന്നിറങ്ങി അന്ന് തന്നെ 10 മണിക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട 42 മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിംഗ് കമ്പനികളുമായിട്ടുള്ള ചർച്ച അഗാപ്പയുടെ 30ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടിയോട് ചേർന്ന് നടത്തുകയുണ്ടായി. അതിൽ 22 കമ്പനികൾ, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മെഡിക്കൽ ഡിവൈസ് കമ്പനി അമേരിക്കൻ കമ്പനി ഉൾപ്പെടെ, ജപ്പാനിലെ 1ാമത്തെയും 2ാമത്തെയും കമ്പനികൾ ഉൾപ്പെടെ അവരും കേരളത്തിൽ ഇതിൻ്റെ ഭാഗമല്ല, ഇതിൻ്റെ തുടർച്ചയിൽ നിക്ഷേപ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചത് വഴി നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി കൊണ്ടുവരുവാൻ കഴിഞ്ഞ വൻകിട നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാം. സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രത്തിൽ നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് അതിൻ്റെ നല്ല പ്രതിഫലനമായിരുന്നു. നേരത്തെ നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. 28 എത്തുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ 15-നുള്ളിൽ എത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ 28ലേക്ക് എത്തി എന്ന പരിശോധന നടത്തിയിട്ട് നമ്മൾ യൂണിയൻ ഗവൺമെൻറ് അന്ന് തന്നെ ഒരു കത്തയച്ചിരുന്നു. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ 100% ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്കിങ് നിശ്ചയിക്കുന്നത്. നമ്മൾ 90% റിഫോംസ് നടപ്പിലാക്കിയാൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. പക്ഷേ റാങ്കിങ് ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ 100% ഒഴിവാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും അത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ആ 100% ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് 2022 റാങ്കിങ്ങിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. അത് പല സംശയങ്ങളും പലരും പ്രകടിപ്പിച്ചെങ്കിൽ ഇപ്പോൾ ആ സംശയം എല്ലാം മാറിക്കഴിഞ്ഞു. ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ 2015 മുതൽ അതേ പ്ലാൻ തന്നെയാണ്. അതിനകത്ത് നമുക്ക് 1ാമത് എത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. എന്നാൽ അതിനേക്കാൾ അഭിമാനകരം ഈ ഒടുവിലത്തെ റാങ്കിങ്ങിൽ തുടർച്ചയായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞു എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാം. സാർ, അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ മട്ടന്നൂർ നമ്മുടെ 500 ഏക്കറിൽ ഒരു വലിയ സംവിധാനം തുടങ്ങുമ്പോഴുള്ള ചർച്ചകൾ ഇന്നലെ വലിയ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഇതിനകത്തേക്ക് വരികയുണ്ടായി. ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളും ഒപ്പുവെച്ച EOE, ഇപ്പോൾ വെഫിൽ പോയി ഒപ്പുവെച്ചല്ലോ EOE, അവരാരും പ്രസിദ്ധപ്പെടുത്തില്ല ആരൊക്കെയാണ്. പ്രധാനപ്പെട്ട മേഖലകളൊക്കെ പറയുള്ളൂ. നമ്മൾ പിന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ കാരണം നിങ്ങൾ എന്തിനു പോയി, എവിടെ പോയി എന്ന് കിട്ടിയെന്നുള്ളത് കൊണ്ട് ഇത് അപ്പം തന്നെ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ നമുക്ക് അപകടം അറിയാം. ഇങ്ങനെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്ന ആളുകളെ വളരെ കോമ്പറ്റീഷൻ ആണല്ലോ, മറ്റ് സംസ്ഥാനങ്ങൾ സമീപിക്കും. നിങ്ങൾക്ക് ഇവിടെ തുടങ്ങിക്കൂടെ, എന്തിനാണ് അങ്ങോട്ട് പോവുക? ഇപ്പം ഇവിടെ തുടങ്ങാൻ നിശ്ചയിച്ച ആളുകളെ തന്നെ ചിലർ പോയിട്ട് ഉപദേശിക്കുന്ന കാര്യം നമ്മുടെ ചില സുഹൃത്തുക്കളായ MLA-മാർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം ഇതിൻ്റെ എല്ലാം ഭാഗം മറികടന്നുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു. നമുക്ക് പ്രധാനപ്പെട്ട കമ്പനി ഇപ്പോൾ കെയ്ൻസ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് രംഗത്തെ ലോകപ്രശസ്തമായ കമ്പനികളിലൊന്നാണ്. അവരാണ് 3600 കോടിയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് ഇപ്പോൾ ഗുജറാത്തിൽ പൂർത്തീകരിക്കുന്നത്. അവർ 600 കോടിയുടെ ഫ്ലെക്സിബിൾ PCB പ്ലാന്റ് പെരുമ്പാവൂരാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഫെബ്രുവരി മാസത്തിൽ അത് കല്ലിടാനുള്ള തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. അദാനി ലോജിസ്റ്റിക്കിൻ്റെ 70 ഏക്കറിലുള്ള 600 കോടിയുടെ അതിന് കല്ലിട്ടു. നിർമ്മാണം അതിവേഗത്തിൽ നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. ആദ്യത്തെ ഭാഗം പൂർത്തീകരിച്ചു. അവിഗ്ന അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു. NDR സ്പേസിൻ്റെ കഴിഞ്ഞു. ആർക്ക് ഗ്ലോബൽ പൂർത്തീകരണം കഴിഞ്ഞിട്ടുണ്ട്. അക്സെഞ്ചർ അവർ തുടങ്ങി. HCL ടെക്നോളജി തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇപ്പോൾ അവരുടെ കൊച്ചിയിൽ ആദ്യം തുടങ്ങി, ഇപ്പോൾ തിരുവനന്തപുരത്തും അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. ഭാരത് ബയോടെക് കോവാക്സിൻ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ കമ്പനിയാണ്. അവരുടെ പുതിയ സംവിധാനം ബഹുമാനായ MLA റോജി M. ജോണും അതിൽ പങ്കെടുത്തിരുന്നു. അങ്കമാലിയിൽ അവരുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഞങ്ങൾ ആ ശിലാസ്ഥാപനം നിർവഹിച്ച ഘട്ടത്തിൽ ഞാനും ബഹുമാനായ MLA റോജി ജോണും ഇരിക്കുന്ന ആ വേദിയിൽ വെച്ച് തന്നെ ഈ പത്മഭൂഷൺ ശ്രീ കൃഷ്ണ ഇള അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇവിടേക്ക് തുടങ്ങാൻ വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടി. 7 ദിവസം കൊണ്ട് എല്ലാ അനുമതിയും കിട്ടി. പക്ഷെ ഞാനിവിടെ തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഹൈദരാബാദിലും ദുബായിലും ചെന്ന് ചില മലയാളികൾ അയ്യോ എന്തിനാ ഈ അപകടത്തിലേക്ക് എടുത്തു ചാടുന്നേ എന്ന് എന്നോട് പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും അവർ നിർമ്മാണം പ്രവർത്തനം ആരംഭിക്കുകയാണ്. വേൾഡ് ട്രേഡ് സെൻറ്റർ കോഴിക്കോടും ഇപ്പോൾ അവൻ്റെ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. TCS ഇന്നോവേഷൻ പാർക്ക് അവരുടെ 37 ഏക്കറോട് കല്ലിടാൻ പോവുകയാണ്. കൊങ്സോബർഗ് അവർ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്, അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പനറ്റോണി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലോജിസ്റ്റിക് കമ്പനിയാണ്. അവർ 25 ഏക്കറിൽ അവരുടെ പ്രവർത്തനങ്ങൾ MOU ഒപ്പുവെച്ച് കഴിഞ്ഞു.
അഡസ്കോ ഗ്രൂപ്പ് ജർമ്മൻ കമ്പനിയാണ്, അവർ പ്രവർത്തനം തുടങ്ങുന്നു. BT പെറിയൻ UK കമ്പനിയാണ്, അവർ 2 ക്യാമ്പസുകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കാസ്പിയൻ ടെക്നോളജീസ് അമേരിക്കൻ കമ്പനിയാണ്, അവർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. D-Space ജർമ്മൻ കമ്പനിയാണ്, അവർ തിരുവനന്തപുരത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഫിജുനുബറോ അത് ജപ്പാൻ കമ്പനിയാണ്, അഗാപ്പയുമായി ചേർന്നുള്ള ജോയിന്റ് വെഞ്ചർ മുഖ്യമന്ത്രി തന്നെ കാക്കനാട് കല്ലെടുകയുണ്ടായി. ഗ്രാൻഡ് ടോർമറ്റൻ USA കമ്പനിയാണ്. GR&F അമേരിക്കൻ കമ്പനിയാണ്. ഹണിവെൽ അമേരിക്കൻ കമ്പനിയാണ്. IBM അവർ 100 പേരെന്ന് പറഞ്ഞു കൊടുത്ത് 3000 പേരെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്ത് അവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനമായി ആ ക്യാമ്പസ് വികസിപ്പിച്ചു കഴിഞ്ഞു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ്, അവരുടെ ക്യാമ്പസ് തുടങ്ങി. നോവെയിൻസ് USA കമ്പനിയാണ്. അതുപോലെ തന്നെ സ്ട്രാഡ ഗ്ലോബൽ അമേരിക്കൻ കമ്പനിയാണ്, അവരുടെ വലിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. TNP ഫ്രാൻസ് കമ്പനിയാണ്, അവരുടെ പ്രവർത്തനം തുടങ്ങി. ട്രസ്ന ടെക്നോളജീസ് ഐറൻ കമ്പനിയാണ്, അവർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. വെൻഷർ അമേരിക്കൻ കമ്പനിയാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം പ്രവർത്തനം തുടങ്ങുന്ന ഒരു നാടായി കേരളം മാറി എന്നുള്ളതിൽ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം. ശ്രീ KT ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KV സുമേഷ്. സർ, നമ്മുടെ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തിൽ വലിയ കാതലായൊരു മാറ്റം പരിവർത്തനം ഉണ്ടാക്കാൻ അങ്ങയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾക്ക് കഴിഞ്ഞു. പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഭാവി കേരളത്തിൻ്റെ വളർച്ച കൂടി കണക്കിലെടുത്തുകൊണ്ട് വ്യവസായ മേഖലയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയം എന്താണ്, പുതിയ ആശയം പദ്ധതികൾ എന്താണെന്ന് പറയാമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, 75ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി വ്യവസായ മേഖലയിലെ ഒരു മുന്നേറ്റത്തിന് ആവശ്യമായ പദ്ധതികൾ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വ്യവസായ മേഖലയിലെ വളർച്ച അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരള മാതൃകയുടെ സവിശേഷത നമുക്ക് എല്ലാവർക്കും അറിയാം സാർ. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മികവും ക്ഷേമ പ്രവർത്തനങ്ങളിലുള്ള മുന്നേറ്റവുമാണ്. എന്നാൽ EMS ഉൾപ്പെടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഉൽപ്പാദന മേഖലയിലെ ഈ മുരടിപ്പും പശ്ചാത്തല സൗകര്യ മേഖലയിലെ പിന്നോട്ടടിയും മറികടന്നില്ലെങ്കിൽ ഈ നേട്ടങ്ങൾ നിലനിർത്താൻ പോലും കഴിയാത്ത സാഹചര്യം വരുമെന്ന് കാണുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തെ ഈ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാന കേന്ദ്രീകരണം കേരള മാതൃകയുടെ നേട്ടങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും കേരള മാതൃകയുടെ ദൗർബല്യമായി കണ്ട പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കുറവും ഉൽപ്പാദന മേഖലയിലെ മുരടിപ്പും ഇത് രണ്ടും മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കിയുമുള്ളതായിരുന്നു. അതിൽ കേരളത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 10 വർഷം കൊണ്ട് കേരളം നേടിയിട്ടുള്ള മാറ്റം നേരിട്ട് പ്രതിഫലിപ്പിക്കുന്നത്. സാർ, അതിൻ്റെ തുടർച്ചയിൽ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒന്ന് വിഴിഞ്ഞം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, അത് പ്രധാനപ്പെട്ട വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷമുള്ള വ്യാവസായികമായിട്ടുള്ള സാധ്യതകളെ പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ തന്നെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഗ്ലോബൽ സിറ്റി പ്രൊജക്റ്റ് നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതിയാണെങ്കിലും കേന്ദ്രം നമുക്ക് അനുമതി നൽകിയില്ല. ആദ്യം തുടങ്ങാൻ അവരുടെ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് അതിന് തുടക്കം ഇട്ടത്. എന്നാൽ ഇപ്പോൾ അത് സ്റ്റാറ്റസ് എങ്കിലും നൽകണം എന്ന ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി, കോട്ടയത്തൊരു മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കണ്ണൂർ കാസർഗോഡ് വ്യവസായ ഇടനാഴി 2000 ഏക്കർ സ്ഥലത്തുള്ള പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ബയോടെക് ലൈഫ് സയൻസ് സിറ്റി, എയറോ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ, ഇലക്ട്രോണിക്സ് പവർ ഇലക്ട്രോണിക്സ് ക്യാമ്പസ്, സ്പോർട്സ് ഉപകരണ നിർമ്മാണം, ഇത് പുതിയ തീം ബേസ്ഡ് ആയിട്ടുള്ള പാർക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സാർ. പിന്നെ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, മെഗാ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക്, 2 ഇപ്പോൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി സീ ഫുഡിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സിംഗ് പാർക്ക്, അതുപോലെ തന്നെ സ്പൈസ് പ്രോസസ്സിങ്ങിൻ്റെ പാർക്ക്, നാളികേര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടിയിൽ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം, കയർ നാച്ചുറൽ ഫൈബർ ക്ലസ്റ്റർ, സർക്കുലർ ഇക്കണോമി ആൻഡ് റീസൈക്ലിംഗ് പാർക്ക്, ഇങ്ങനെ തീം ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് പാർക്കുകളും ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വെർട്ടിക്കൽ ഇന്നൊവേഷൻ എന്ന് വെച്ചാൽ ബഹുനില വ്യവസായ സമുച്ചയങ്ങൾ, അതിനാണ് നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് ഹൊറിസോണ്ടലായിട്ടല്ല തിരശ്ചീനമായിട്ടുള്ള ലംബമായിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള ഇന്നൊവേഷൻ ബഹുനില വ്യവസായ സമുച്ചയങ്ങൾ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നു. വിമാനത്താവള അധിഷ്ഠിത വികസനം, ഇപ്പോൾ ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട്, അതുപോലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, തിരുവനന്തപുരം ഇൻ്റർനാഷണൽ, കണ്ണൂർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വ്യവസായ മേഖലയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 25 സെക്ടർ സ്പെസിഫിക് പാർക്കുകൾ, അത് മുൻഗണനാ മേഖലകൾക്കായിട്ട് കിൻഫ്ര സ്ഥാപിക്കുമെന്നുള്ളത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ വനിതാ സംരംഭകത്വം സാർ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിലുള്ള MSMEകൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 40% വനിതാ സംരംഭകരാണ്. അത് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയാവുന്ന ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത വനിതാ പങ്കാളിത്തമാണ്. അതുകൊണ്ട് വനിതാ സംരംഭകത്വ പാർക്ക് ആരംഭിക്കണമെന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സഹകരണ വ്യവസായ പാർക്കുകൾ സഹകരണ വകുപ്പുമായി ചേർന്ന് വികസിപ്പിക്കാനുള്ള പദ്ധതിയുണ്ട്. അതുപോലെ സ്കിൽ യൂണിവേഴ്സിറ്റി, ഒരു PPP മോഡലിൽ ഭാവിയിലെ വ്യവസായ ആവശ്യങ്ങൾക്കായി യുവാക്കളെ സജ്ജമാക്കാൻ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് യൂണിവേഴ്സിറ്റി, അത് ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നു. ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സ് GCC,
200 ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ കേരളത്തിൽ ആരംഭിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 3 എണ്ണത്തിന് നമ്മൾ ഒപ്പുവെച്ചു, 44 എണ്ണം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് സഹായകരമായൊരു പദ്ധതിയായിട്ട് കാണുന്നത്. അതുപോലെ പ്രത്യേക ടൗൺഷിപ്പുകൾക്കുള്ള ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് നിലവിലുള്ള നിയമമുണ്ട്, അതൊന്നുകൂടി റീവിസിറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമായ ഭേദഗതി വരുത്തണമെന്ന് കണ്ടിട്ടുണ്ട്. മിഷൻ 1 ലാഖ് ചെറിയ സംരംഭങ്ങൾ, ഒരു 50 ലക്ഷം 60 ലക്ഷമൊക്കെ ടേൺ ഓവറുള്ള ചെറിയ സംരംഭങ്ങൾ, അങ്ങനെ 1 ലക്ഷം സംരംഭങ്ങളെ 1 കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു മിഷൻ 1 ലാഖ്. മിഷൻ 1000 ഇപ്പോൾ 544 സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 100 കോടി ടേൺ ഓവറുള്ള 1000 സംരംഭങ്ങൾ. അതുപോലെ MSME ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ AI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. സോഴ്സിംഗ് കേരള, ഇടനിലക്കാരില്ലാതെ തന്നെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലേക്ക് എത്തിക്കുക. കേരള ക്രാഫ്റ്റ് ട്രയൽ, വിനോദസഞ്ചാരികളെ പരമ്പരാഗത വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാൻ ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി. പിന്നെ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ലാൻഡ് പൂളിംഗ് സംവിധാനം ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ പുതിയ ഫേസിന് വേണ്ടി കിഴക്കമ്പലം ബഹുമാനായ കുന്നത്നാട് MLA പ്രദേശത്ത് ലാൻഡ് പൂളിംഗ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുമേഖലാ GCDA ആണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അധിക ഭൂമി ഉപയോഗപ്പെടുത്തുന്ന പൊതുനയവും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതാണ് സാർ 75ാം വാർഷികത്തിൻ്റെ കൂടി ഭാഗമായി അടുത്ത 31ലേക്കുള്ള കർമ്മ പദ്ധതിയായിട്ട് ഗവൺമെൻറ് കാണുന്നത്. ശ്രീ M. രാജഗോപാലൻ. സർ, മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വ്യവസായം തുടങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമുയർത്തിക്കൊണ്ട് സംരംഭകർ കേരളത്തെ പരിഹസിച്ച ഒരു കാലമുണ്ടായിരുന്നു സർ. എന്നാൽ ഇന്ന് ആവശ്യമായ വൈദ്യുതിയും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങളും കാലോചിതമായ വ്യവസായ പരിഷ്കരണവുമെല്ലാം ഉറപ്പുവരുത്തി വികസന കുതിപ്പുമായി മുന്നേറുന്ന ഈ കേരളത്തിൽ വ്യവസായ സംരംഭകർ ആഹ്ലാദത്തോടുകൂടി എത്തുകയാണ് സർ. സർ, എൻ്റെ ചോദ്യം, കേരളത്തിലെ യുവസംരംഭകരുടെ നൂതനവും വ്യത്യസ്തവുമായ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ KSIDC വഴി പ്രാരംഭ മൂലധന സഹായം എന്ന പദ്ധതി വഴി എത്ര പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി സംസ്ഥാനത്ത് തുടർച്ചയായി ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ ഏതൊക്കെയെന്ന് വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, ഇവിടെ നേരത്തെ പറഞ്ഞൊരു ഭാഗം ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നേരത്തെ ഇപ്പോൾ കേരളത്തിലൊരു 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് 10അല്ല ഒരു 15-16 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചാലും പവർ കട്ട് എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പവർ കട്ട്, ലോഡ് ഷെഡിങ്, ഈ 2 പദങ്ങൾ കേരളത്തിലെ ഡിക്ഷണറിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ കഴിയുന്ന മാറ്റം വൈദ്യുതി ഉൽപ്പാദന രംഗത്തുണ്ടായി സാർ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇവിടെ തന്നെ പറഞ്ഞോ. ശ്രദ്ധിക്കണ്ട സാർ, ഈ നമ്മൾ ഈ പല ചിലര് കഴിഞ്ഞ 10 കൊല്ലമായി ഇരുട്ടിൽ തന്നെയാണ് സാർ. അതിന് രക്ഷപ്പെടുത്താൻ നമുക്കൊന്നും കഴിയില്ല സാർ. 10 കൊല്ലമായി ഇരുട്ടിൽ തന്നെ സ്വയം കിടന്നിരിക്കുന്ന ആളുകളെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള അസാധാരണ ശേഷിയോ മാന്ത്രിക വിളക്കൊന്നും എൻ്റെ കയ്യിലില്ല സാർ. നമ്മുടെ വൈദ്യുതി മന്ത്രി ഇവിടെയുണ്ട്. എക്കണോമിസ്റ്റ് എന്ന് വാരികയുണ്ട് സാർ, ലണ്ടൻ എക്കണോമിസ്റ്റ്. അവരുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ലെഫ്റ്റ് പാരഡൈസ്. അവരുടെ അവസാന ഭാഗം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട്, മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. കേരളം ഡെവലപ്പിംഗ് ചാമ്പ്യനാണെന്ന് എക്കണോമിസ്റ്റാണ്, ലണ്ടൻ എക്കണോമിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അത്യാവശ്യം വായിക്കുന്നവർക്ക് അറിയാൻ കഴിയും, പ്രതിപക്ഷേതാവ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാർ. അതിലൊരു ഭാഗം പറയുന്നത് നമ്മുടെ എക്കണോമിസ്റ്റിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് അവരുടെ ഒരു ഭാഗം അതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അതവർ സിസ്റ്റർ യൂണിറ്റാണ്. അവരെല്ലാ വർഷവും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും വ്യവസായ വളർച്ചയെക്കുറിച്ചുള്ള പഠനം നടത്താറുണ്ട്. അത് വലിയ വില കൊടുത്താണ് സബ്സ്ക്രൈബ് ചെയ്യുക കോർപ്പറേറ്റുകളൊക്കെ. കാരണം കോർപ്പറേറ്റുകളൊക്കെ ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും, ഇപ്പോൾ ചിലർ പറയില്ല അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, ഇവർ തള്ളാണ്, PR ആണെന്നൊക്കെ പറയുമല്ലോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കോർപ്പറേറ്റ് ഏജൻസികൾ അവരുടേതായ കൺസൾട്ടൻസി വെച്ച് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നോക്കി ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ഡിസിഷനിലേക്ക് എത്തുന്നത്. അല്ലാതെ വ്യവസായ മന്ത്രി ഇങ്ങനെ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിൻ്റെ പരസ്യം കണ്ടു, നേരെ നിക്ഷേപം നടത്താമെന്ന് പറഞ്ഞിട്ടല്ല ഈ കമ്പനികൾ വന്നിട്ടുള്ളൂ സാർ. ആ എക്കണോമിസ്റ്റിൻ്റെ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ പഠനത്തിൽ നേരത്തെ കേരളം വ്യവസായത്തിൻ്റെ റാങ്കിങ്ങിലേക്ക് പോലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല സാർ. എന്നാൽ ഇപ്പോൾ കേരളം 9ാമത്തെ റാങ്കിങ്ങിൽ എത്തുമ്പോൾ അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് അൺഇൻറപ്റ്റഡ് പവർ കണക്ഷൻ്റെ കാര്യത്തിൽ വ്യവസായങ്ങൾക്കുള്ളതിൽ കേരളം ഇന്ത്യയിൽ ഇന്ന് 3ാം സ്ഥാനത്താണെന്ന് എക്കണോമിസ്റ്റ് സാക്ഷ്യപ്പെടുത്തുകയാണ് സാർ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഇത്തവണത്തെ റാങ്കിങ്ങിൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൽ അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈയിൽ അവരുടെ റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതും ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അസ്വസ്ഥപ്പെട്ടിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ ആർക്കോ തുള്ളൽ വരുമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അശരീരി പോലെ ഉരുവിട്ടിട്ടൊരു കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ.
വസ്തുതകൾ വെച്ചുകൊണ്ട് വേണമെങ്കിൽ സംസാരിക്കാം. അശ്രീരി പോലെ ഈ അവിടെ ഇരുന്ന് പറഞ്ഞാൽ അഭിനെ മറികടക്കാൻ കഴിയില്ല സാർ. സാർ, നമുക്കിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2 തവണ തുടർച്ചയായി 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഫാസ്റ്റ് മൂവർ പട്ടികയിൽ ആദ്യമായി കേരളം അംഗീകരിക്കപ്പെടുന്നു. കയറ്റുമതിയുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളം ഏറ്റവും മികച്ച സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളത് മലയാള മനോരമ തന്നെ ആളുകൾ അറിയിക്കുന്ന രൂപത്തിലേക്ക് വസ്തുതകൾ മുഖത്ത് വന്നടിക്കുകയാണ് സാർ. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി കേരളത്തിൻ്റെ ഇയർ ഓഫ് എന്റർപ്രൈസസ് പദ്ധതി തെരഞ്ഞെടുത്തിരിക്കുന്നു സാർ. അതുപോലെയുള്ള ഒത്തിരിയേറെ അംഗീകാരങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞു. അത് ഈ ഗവൺമെന്റിനുള്ള അംഗീകാരമല്ല സാർ, കേരളത്തിനുള്ള അംഗീകാരമാണ്. കേരള വിരുദ്ധർക്ക് മാത്രമേ ഇത്തരം അംഗീകാരം കിട്ടുമ്പോൾ അസ്വസ്ഥരാകാൻ കഴിയുകയുള്ളൂ. കേരള വിരുദ്ധരാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു. നന്നായി. ശ്രീ വി കെ പ്രശാന്ത്. മുന്നോട്ട് സ്പീക്കർ. സർ, ഈ വ്യവസായവും സംരംഭവും പാടില്ല എന്ന് പറഞ്ഞ കേരളത്തിലാണ് ഇപ്പോൾ 3,53,000-ൽ പരം തൊഴിലവസരങ്ങൾ സംരംഭങ്ങൾ വരികയും 7 ലക്ഷം തൊഴിലവസരങ്ങൾ വരികയും ചെയ്തു. സാർ, ഇങ്ങനെ ആരംഭിച്ച സംരംഭങ്ങളിൽ ചിലത് നഷ്ടത്തിലാവുകയോ പൊട്ടിപ്പോകുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഇവയെ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? അങ്ങനെ എത്രത്തോളം പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്? സാർ, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അടുത്ത മിനിസ്റ്റർ ഉണ്ടത്. സാർ, ഈ ഏത് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഒരു 90% ആദ്യത്തെ വർഷം തന്നെ മരിച്ചു പോകും ലോകത്ത് തന്നെ. അതിൻ്റെ പുതിയ ആശയങ്ങളാണല്ലോ. MSMEകളാകുമ്പോൾ ഒരു 30% ഇന്ത്യയിൽ ആദ്യത്തെ വർഷം തന്നെ അത് മരിച്ചു പോകുന്നു എന്നുള്ളതാണ് പൊതുവായുള്ള കണക്ക്. നമ്മളതൊരു 15% എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ബഹുമാന പൊതുവിതരണ വകുപ്പുമായി നമ്മൾ ഒപ്പുവെച്ച കരാറ് പ്രകാരം ഏകദേശം 30 കോടിയുടെ ഉൽപ്പന്നങ്ങൾ K-സ്റ്റോർ വഴി പ്രാദേശികമായിട്ടുള്ള ചെറിയ സംരംഭങ്ങൾക്ക് വിൽക്കാനായിട്ട് കഴിഞ്ഞു. K-ഷോപ്പിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി. അതുപോലെ തന്നെ മറ്റ് പിന്തുണകളെല്ലാം നൽകുന്ന സംവിധാനം നടപ്പിലാക്കി. ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങളെ ഇപ്പോൾ നമ്മൾ സിക്ക് യൂണിറ്റ് അതിനെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ പദ്ധതി KSIDC വഴി നടപ്പിലാക്കുന്നുണ്ട്. കാരണം നമ്മൾ പുതിയ സംരംഭങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ പല കാരണങ്ങളാൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള സംരംഭങ്ങൾ അവയെ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തി കഴിയുമോ എങ്കിൽ കുറേ കൂടി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനും മറ്റ് മേഖലയിൽ ചെയ്യുന്ന അത്ര സമയം ചെലവഴിക്കേണ്ടി വരില്ല. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള ഒരു റീസ്ട്രക്ചറിങ് പ്ലാൻ ആവശ്യമാണ്. ആ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. വിഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ്. സാർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പരശുരാമൻ മഴ എറിഞ്ഞിട്ട് 10 കൊല്ലം മുമ്പാണ് മഴ എറിഞ്ഞത് പറയാതിരുന്നത് ഭാഗ്യം. സാർ, ഞാൻ പറയട്ടെ, അല്ല, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 5 കൊല്ലമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറയുന്നത്. സാർ, ഇതേ ലാവോസിൽ അന്നത്തെ ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ ഇതേ പറഞ്ഞ ഡെലിഗേഷൻ കൊണ്ട് പോയതാണ്. അതുപോലെ തന്നെ ഇതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കിട്ടുന്നതാണ്, എക്സിബിഷൻ സ്റ്റാൾ വെക്കുന്നതാണ്, GTECൽ, ഹാനോവർ ഷോയിൽ, അതുപോലെ തന്നെ എല്ലായിടത്തും പോകുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് ഇവിടെ ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഈ ആവേശത്തോട് പ്രസംഗിക്കുന്നത് നിങ്ങൾക്കാണ്. ഇടക്കിടക്ക് മിനിസ്റ്ററുടെ ശബ്ദം ഞാൻ സാർ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇടക്കിടക്ക് മിനിസ്റ്ററുടെ ആൻസറിൽ ഒരു കാര്യം വരുന്നുണ്ട്. എന്നാലും വ്യവസായം തുടങ്ങുന്നവർക്ക് ഒരു പെർസെപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ഞാൻ ഇതേമാതിരി പോയി വന്ന് ലക്ഷക്കണക്കിന് MOU സൈൻ ചെയ്ത് വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലായപ്പോൾ ഇവിടുന്ന് കേട്ടാൽ എന്താണെന്നറിയാം? എന്തിനാണ് ഈ ദുർവ്യയം? ആ ചോദ്യം ഞങ്ങൾ ചോദിക്കൂല. ഈ പ്രപ്പോസലൊക്കെ ഇലക്ഷനാണല്ലോ, തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ചിലപ്പോൾ ഞങ്ങൾ വന്നിരിക്കുമല്ലോ, ചിലപ്പോൾ ഞങ്ങൾ വന്നെന്നിരിക്കും. അപ്പോൾ നല്ലതാണ്, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ആ ഉറപ്പ് ഞങ്ങൾ തരാം. ചോദ്യമൊന്നുമല്ലെങ്കിലും അദ്ദേഹം നടത്തിയ വസ്തുതാ വിരുദ്ധമായ ചില പ്രസ്താവനകളുണ്ട്. അദ്ദേഹം പൊതുവെ അങ്ങനെ നടത്തുന്ന ഒരാളല്ല. കാരണം ഇപ്പോൾ ഞാൻ പറയട്ടെ, പ്രതിപക്ഷ ഉപനേതാവിനോട് ഞാൻ മറുപടി പറയുന്നത്, നിങ്ങളെന്തിനാ അസ്വസ്ഥരാകുന്നത്? സാർ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ഈ പച്ചക്കളന്ന് പറയാൻ പാടില്ല എന്നാണ് അല്ലേ? വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്യമെന്ന മട്ടിൽ ആധികാരികമായി അവതരിപ്പിക്കുന്നതിൽ അസാധാരണ ശേഷി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ സമ്മതിക്കുന്നതാണ്, ജനങ്ങളല്ലെങ്കിൽ. സാർ, ഈ MOUകളൊക്കെ എന്തുകൊണ്ട് യാഥാർത്ഥ്യമായില്ല? നേരത്തെ ഇൻവെസ്റ്റ് സമ്മിറ്റ് നടത്തിയപ്പോൾ നിങ്ങൾ പങ്കെടുത്തു, ഞാനതിന് സ്വാഗതം ചെയ്തു. എല്ലായിടത്തും പറഞ്ഞു കേരളത്തിൻ്റെ ഗുണമാണ്, പ്രതിപക്ഷ മേധാവ് ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തു, അത് നല്ല കാര്യമാണ്, നമുക്ക് വിസിബിലിറ്റി കിട്ടും. എന്നാൽ VS നിങ്ങളുടെ ജിമ്മിൽ പങ്കെടുത്തിരുന്നു, അന്നത്തെ മുഖ്യമന്ത്രി ജിമ്മിൽ പങ്കെടുത്തിരുന്നു. അന്ന് നിങ്ങൾക്കൊപ്പം നിന്നിരുന്ന അന്ന് നിങ്ങൾക്കൊപ്പം
ഏരിയയിലും ജിമ്മിലും ഒക്കെ വന്ന പ്രപ്പോസൽസാണ്. പിന്നെ മെഗാ പ്രോജക്റ്റ് ആയി കേരളത്തിൽ വന്ന മെട്രോ അതുപോലെയുള്ള പല സംഗതികളും Yes, ഈ 10 കൊല്ലത്തിനുള്ളിൽ ഒരു മെഗാ പ്രോജക്റ്റ് നിങ്ങൾ കൊണ്ടുവന്നു ഒന്ന് നിങ്ങളായിട്ട് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ എനിക്കൊരു സമയം തരണം. അദ്ദേഹം അല്ല, സമയം പറഞ്ഞത് പോകുന്നുണ്ട്. ഈ Yes. പ്രൊജക്ടുകൾ പറയാൻ കുറച്ച് സമയം എടുക്കും. സാർ വെറുതെ ഇരുന്നിട്ട് അങ്ങ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മെട്രോയുടെ തുടക്കം എവിടെ നിന്ന് അറിയാൻ കഴിയും. നായനാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച തുടക്കം എവിടെ? അതിനുശേഷം മെട്രോയ്ക്ക് വേണ്ടി ഈ മെട്രോയെ അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ സിംഗപ്പൂരിൽ പോയിട്ട് സിംഗപ്പൂർ കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെതിരെ കേരളം നടത്തിയ വലിയ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് DMRCക്ക് അത് കിട്ടിയതെന്ന് അതിന്റെ നേതൃത്വം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കമൽനാഥ് കേരളത്തിലേക്ക് വന്നു സാർ. ഞാനന്ന് പാർലമെന്റ് മെമ്പറാണ് സാർ. അദ്ദേഹം പറഞ്ഞോട്ടെ. അദ്ദേഹം ബഹുമാനപ്പെട്ട ഉപനേതാവ് പറയും, അവരൊന്നും കമന്റ് ചെയ്യില്ല. പ്ലീസ് അദ്ദേഹം പറയട്ടെ. യഥാർത്ഥത്തിൽ ബഹുമാനായ ഉപനേതാവ് ചോദ്യങ്ങളല്ലോ ചോദിച്ചത്. പക്ഷെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന രേഖയിൽ വരികയും സമൂഹം കാണുകയും ചെയ്യല്ലോ. വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ളത് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് കാര്യത്തിൽ എന്താ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആരും സഹകരിച്ചില്ല, ഞങ്ങൾ സഹകരിച്ചു, നിങ്ങൾക്കാണ് മാറ്റം വന്നത്. VS അതിനകത്ത് വന്നു. സാർ നിങ്ങളുടെ മന്ത്രിസഭ സാർ അന്ന് ഇൻവെസ്റ്റ് സബ്മിറ്റ് നടത്തിയ മന്ത്രിസഭയ്ക്കകത്ത് ഐക്യമുണ്ടായില്ല. അന്നത്തെ റവന്യൂ മന്ത്രി ഇന്നത്തെ UDF കൺവീനർ അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഞങ്ങൾ ആരും അറിയാത്ത പദ്ധതികളാണ്, 1 ഇഞ്ച് ഭൂമി നൽകില്ല. ഞങ്ങളല്ല പറഞ്ഞത്, ഇന്നത്തെ UDF കൺവീനർ അന്നത്തെ റവന്യൂ മന്ത്രി അന്നത്തെ ഹരിത MLA-മാരുടെ പ്രസ്താവന നോക്കിക്കോ. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. അപ്പോ നിങ്ങൾക്കൊരു യോജിപ്പുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മുന്നണി എന്ന് കേരളത്തിൽ ഭരിച്ചാലും നിങ്ങളുടെ തമ്മിലടി മാത്രമാണ് കേരളത്തിന്റെ വികസനങ്ങളെ മുടക്കിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങോട്ട് നോക്കണ്ട. നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പൊ തന്നെ ഏത് വികസന പദ്ധതികൾ, തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ? തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല. നേരത്തെ ഞങ്ങൾ കേരയിൽ എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്ന് പറഞ്ഞവർ BJP കേരയിൽ അതിവേഗ റെയിൽവേ എന്ന് പറയുമ്പോ സ്വാഗതം എന്ന് പറഞ്ഞില്ലേ? ഈ അന്തർധാര കേരളം അറിയില്ലേ? അതുകൊണ്ട് സാർ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അങ്ങേ രാഷ്ട്രീയ തർക്കത്തിൽ ചോദ്യം വന്ന് അങ്ങേപ്പോലൊരാൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തിയത് കൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നതായിരിക്കുന്നു അത്രേ കരുതുന്നുള്ളൂ. നല്ല രീതിയിൽ കേരളം മാറിയിരിക്കുന്നു. അത് ഞങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആ കാര്യം മാത്രമാണ് സഭയുടെ ശ്രദ്ധയിൽ. ശ്രീ റോജി എം ജോൺ ചോദ്യമാണ്. ചോദ്യം സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു അങ്കമാലിയിലെ ഗിഫ്റ്റ് സിറ്റി എന്നുള്ളത്. ഇപ്പോൾ 5 വർഷമായി സർ. നമ്മൾ എത്രയോ തവണ അങ്ങും ഞാനും ഒക്കെ ഉൾപ്പെടെ ഭൂവുടമകളുമൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്തി. ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ അങ്ങ് തന്നെ അവിടെ സ്ഥലത്ത് പദ്ധതി പ്രദേശത്ത് വന്ന് നമ്മൾ ആ ഭൂവുടമകളുമായി സംസാരിച്ച് അതിൻ്റെ പലിശ ഉൾപ്പെടെ ഒഴിവാക്കി കൊടുക്കുവാനായിട്ട് ഭൂവുടമകൾ സമ്മതം അറിയിച്ചു. ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷേ സാർ, നാളിതുവരെയായിട്ട് അവിടെ 1 സെന്റ് ഭൂമി പോലും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരത്തും ഗ്ലോബൽ സിറ്റിയെ സംബന്ധിച്ച് അങ്ങ് പറയുകയുണ്ടായി. നമ്മൾ സ്വാഗതം ചെയ്യുന്നു സാർ. നമ്മൾ നേരത്തെ 5 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഈ ഗ്ലോബൽ സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമുക്ക് ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ അനുമതി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്നത് നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ എത്രയും വേഗം, കാരണം ആ ഭൂമി അവരെ സംബന്ധിച്ച് സാർ നമുക്കറിയാം, ഇവിടെ അങ്ങ് തന്നെ പറഞ്ഞു നിരവധി പദ്ധതികൾക്ക് നമ്മൾ ധാരണാപത്രം ഒപ്പുവെച്ചു. ചോദ്യത്തിലാണ് സാർ. അതുകൊണ്ട് ഭൂമിയുടെ ലഭ്യതയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എത്രയും വേഗം ഈ അങ്കമാലി ഗ്ലോബൽ സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, ഭൂവുടമകൾക്ക് പണം കൊടുക്കാൻ. സാർ, അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹവും അതുപോലെ തന്നെ എന്നോടൊപ്പം തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൻ്റെ മർമ്മം അദ്ദേഹം ചോദ്യത്തിലേക്ക് വന്നില്ല. അവസാനം ഒരു പരാമർശത്തിലൂടെ കൊണ്ടുവരികയും ചെയ്തുള്ളൂ. ഗിഫ്റ്റ് സിറ്റി എന്നുള്ളത് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ 2ാം നോഡിലാണ് ആദ്യം കണ്ടിരുന്നത്. എന്നാൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടനുസരിച്ച് 1ാമത്തെ നോഡിൻ്റെ ഭാഗമാക്കാൻ തന്നെ അവർ സമ്മതിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂമി ഏറ്റെടുക്കൽ 2ാം നോഡാണെങ്കിൽ പോലും 1ാം നോഡ് തത്വത്തിൽ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. അവിടെ 500 ഏക്കറിന് 500 കോടി നമ്മൾ മാറ്റിവെച്ചു. അവസാനം ബഹുമാന MLA MP പഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ലാവരും ആവശ്യപ്പെട്ടു, ജനപ്രതിനിധികൾ. അതിൻ്റെ ഭാഗമായി 500 ഏക്കർ എന്നുള്ളത് 386 ഏക്കറോ മറ്റായിട്ട് ചുരുക്കി. 500 ഏക്കറിന് 500 കോടി നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ അവസാനം വാല്യുവേഷൻ വന്നപ്പോൾ 850 കോടിയായി. 850 കോടി കിഫ്ബിന്ന് നിങ്ങൾ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കിഫ്ബി കൃത്യസമയത്ത് തന്നെ ആ ഫണ്ട് നൽകാനും തയ്യാറായി. എന്നാൽ സംഭവിച്ചത് ഈ ഗിഫ്റ്റ് സിറ്റിയുടെ ആദ്യം തന്നെ ഒരു നോട്ടീസ് വന്നു, നിങ്ങളുടെ പേര് മാറ്റണം.
യൂണിയൻ ഗവൺമെൻറ്റോട് അംഗീകരിച്ചു വന്ന പദ്ധതിയാണ്. അത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഗിഫ്റ്റ് സിറ്റിയാണ്, അവർക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പേരിൽ എന്തിരിക്കുന്നു എന്ന് കണ്ട് നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ സിറ്റി എന്നാക്കി. ഈ ഗ്ലോബൽ സിറ്റിയും ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ രണ്ടാണ്. അത് ബഹുമാന അംഗത്തിന് അറിയായിരിക്കും. ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ പേരാണ്, നമുക്ക് ഗ്ലോബൽ സിറ്റിയിൽ GCC കൂടി വേണ്ടി കൊണ്ടുവരാമെന്നേ ഉള്ളൂ. എന്നാൽ പിന്നീട് നമ്മൾ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഭൂമി ഏറ്റെടുക്കല്ല പറഞ്ഞപ്പോൾ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിന് 1710 ഏക്കർ ഭൂമി 10 മാസം കൊണ്ട് ഏറ്റെടുത്ത് നമ്മൾ നൽകി. അതിൻ്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 12 പദ്ധതികളിൽ ഇപ്പോൾ ടെൻഡർ അവാർഡ് ചെയ്ത് നിർമ്മാണം നടക്കുന്നത് പാലക്കാട് ഈ സ്മാർട്ട് സിറ്റിയിൽ മാത്രമാണ്. എന്നാൽ ഈ ഗിഫ്റ്റ് സിറ്റിയുടെ പേര് നമ്മൾ മാറ്റിയിട്ടും അതിൻ്റെ ഡിസൈൻ മാസ്റ്റർ പ്ലാൻ അതിൻ്റെ കോൺട്രാക്റ്റ് വരെ കൊടുത്തപ്പോൾ എല്ലാം പോസ് ചെയ്യാൻ പറഞ്ഞ് യൂണിയൻ ഗവൺമെൻറ് കത്തയച്ചു. അവിടെ നിന്നുള്ള MP അറിയാം, അദ്ദേഹത്തോടും പറഞ്ഞു നിങ്ങളെന്നാൽ അവിടെ ഇടപെടണം. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി തന്നെ കത്തയച്ചു. MP ആവശ്യപ്പെട്ടു, ഞാൻ നേരിട്ട് തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ആ പദ്ധതി തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഈ ഭൂമി ഏറ്റെടുക്കാൻ നമ്മൾ ഭൂവുടമകളായിട്ട് ഞങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ആ സംവിധാനം വരുമ്പോൾ നമുക്ക് ഗുണപ്രദമാണ്. ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്കിനി പണം മുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അഹമ്മദാബാദ് ഗിഫ്റ്റ് സിറ്റിയുടെ അതേ സ്റ്റാറ്റസ് എങ്കിലും നമുക്ക് നൽകണം. ഗിഫ്റ്റ് സിറ്റിയുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ജൂറിസ്ഡിക്ഷനാണ് സാർ. ഇന്ത്യയുടെ നിയമങ്ങളൊന്നല്ല അവിടെ ബാധകം. അത് ഇതിനകത്തൊരു പ്രത്യേക സംവിധാനമാണ്. അതേ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അവർക്ക് പ്രത്യേകമായ സ്റ്റാറ്റസും നമുക്ക് ആ സ്റ്റാറ്റസ് ഇല്ലാതെ ഇവിടുത്തെ ലോക്കൽ പഞ്ചായത്ത് കേന്ദ്രം എല്ലാ വിധത്തിലുള്ള ടാക്സുകൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി വന്നാൽ അവിടെ പോകുന്ന ആൾക്ക് ഇതൊന്നും ഇല്ലാതെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇതെല്ലാം കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇത്രയും പണം മുടക്കി 850 കോടി നമ്മൾ മുടക്കി സ്ഥലമെടുത്താൽ സ്വാഭാവികമായിട്ട് എല്ലാവരും കേസും പോയി 1000 കോടി സ്ഥലത്തിന് വരും. പ്ലസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു 600 കോടിയെങ്കിലും വരും. 1600 കോടി 350 ഏക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിന് ഏകദേശം എത്ര കോടി ആകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയും നിക്ഷേപം ഭൂമിക്ക് മാത്രം ചെലവഴിച്ച് ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരുമ്പോൾ ഈ സ്റ്റാറ്റസ് എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ സ്റ്റാറ്റസിന് വേണ്ടി ഞങ്ങളിപ്പോൾ എഴുതിയിട്ടുണ്ട്. ബഹുമാനായ അംഗം തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ അങ്ങയുടെ പാർട്ടിക്കാണല്ലോ കൂടുതൽ ആളുകളുള്ളത്. അങ്ങാണെങ്കിൽ കർണാടകയിലെ ചുമതല നിർവഹിച്ച് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. എല്ലാവരോടും പറഞ്ഞിട്ട് അത് നേടിയെടുക്കാനായിട്ട് നമുക്കൊരു ശ്രമം നടത്തണം. സ്റ്റാറ്റസ് കിട്ടിയാൽ നമുക്ക് അവർ പണം തന്നില്ലെങ്കിലും നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ചോദ്യം നമ്പർ 32 ശ്രീ GS ജയലാൽ, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ. സർ, ഉണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര തലത്തിലുള്ള വളർച്ച. ലോകവ്യാപാരത്തിൻ്റെ വലിയ ഒരു ശതമാനം നടക്കുന്ന സമുദ്രമാർഗമാണ്. ആഗോളതലത്തിൽ മാരിടൈം മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മെഗാ കപ്പലുകളുടെ കാലം. 20,000-ലധികം കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള ഭീമൻ കപ്പലുകൾ, അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് ഇന്ന് വ്യാപകമാണ്. ഡിജിറ്റലൈസേഷൻ, സ്മാർട്ട് പോർട്ടുകൾ, ഓട്ടോമേഷൻ, ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ എന്നിവ വഴി ചരക്ക് നീക്കം വേഗത്തിലാകുന്നു. ഗ്രീൻ ഷിപ്പിംഗ്, പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ നിക്ഷേപങ്ങൾ നടക്കുന്നു. ദേശീയ തലത്തിലുള്ള മാറ്റങ്ങൾ. ഇന്ത്യയെ ഒരു ആഗോള മാരിടൈം ശക്തിയായി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാണ്. സാഗർമാല പദ്ധതി, തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, കണക്ടിവിറ്റി വർദ്ധിപ്പിക്കൽ എന്നിവയുടെ ഇന്ത്യയുടെ തീരദേശ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. മാരിടൈം അമൃതകാൽ വിഷൻ 2047. അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച 5 മാരിടൈം രാജ്യങ്ങൾ ഒന്നാക്കി മാറ്റുകയാണ് ലക്ഷ്യം. 3, അനുബന്ധ മേഖലകളുടെ വികാസം. തുറമുഖം എന്നത് കേവലം കപ്പലുകൾ വരാനുള്ള ഇടം മാത്രമല്ല, മറിച്ചൊരു വലിയ സാമ്പത്തിക കേന്ദ്രമാണ്. ലോജിസ്റ്റിക് ആൻഡ് വെയർഹൗസിംഗ്, ബങ്കറിംഗ്, ക്രൂ ചേഞ്ച്. ചുരുക്കത്തിൽ ലോകം ഒരു ബ്ലൂ ഇക്കോണമി അഥവാ സമുദ്ര കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. 2024 ഡിസംബർ പ്രവർത്തനം ആരംഭിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ദേശീയ അന്താരാഷ്ട്ര മാരിടൈം മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര ടേബിൾ ചെയ്തോ? യെസ്, താങ്ക് യു. ശ്രീ GS ജയലാൽ. സർ, വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ മാരിടൈം മേഖലയിലെ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഗവൺമെൻറ് അഭിനന്ദിക്കുകയാണ് സർ. സർ, കോവളം, വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങൾ ബന്ധിപ്പിച്ച് കേന്ദ്രീകൃത ചരക്ക് ഗതാഗതത്തിന് രൂപം നൽകുന്നുള്ള പ്രപ്പോസൽ പരിഗണനയിലുണ്ടോ സർ? അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വരുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്ക് വലിയ സാധ്യത ഉണ്ടാകുമെന്നാണ് സർ. അത് കണക്കിലെടുത്ത് ഒരു പുതിയ ലോജിസ്റ്റിക് പാർക്ക് നയം രൂപീകരിക്കുന്നുണ്ട്. മിനിസ്റ്റർ. ഇതിനോടകം തന്നെ അത്തരം കാര്യങ്ങൾ നടപടി സ്വീകരിച്ചു തുടങ്ങി. ഭൂമി ഇൻഫ്ര ഏറ്റെടുത്തു തുടങ്ങി. അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര താലൂക്കിലും കട്ടാക്കട താലൂക്കിലും ഇപ്പോൾ ഭൂമി
ഏറ്റെടുക്കലും അതോടൊപ്പം തന്നെ കണ്ട് ആദ്യ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ശ്രീ വി ആർ സുനിൽകുമാർ. സർ, സംസ്ഥാനത്തെ പ്രധാന തീരദേശ പട്ടണങ്ങളിൽ ഒന്നായ കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറം മുതൽ എറണാകുളം വരെ വലിയ ചരക്ക് ബോട്ടുകളും യാത്രാ ബോട്ടുകളും സർവീസ് നടത്തിയിരുന്ന ജലപാത ഇന്ന് വേണ്ടവിധം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ചരക്ക് നീക്കത്തിനും വിനോദസഞ്ചാരികൾക്കും യാത്രക്കാർക്കും ഏറെ പ്രയോജനപ്പെടുന്ന കൊടുങ്ങല്ലൂർ ജലപാത വിപുലീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. നടപടികൾ സ്വീകരിക്കാൻ ആലോചിച്ചിട്ടുണ്ട് സർ. ശ്രീ മുഹമ്മദ് മോഹസിൻ. സർ, കേരളത്തിൽ ഇപ്പം നമുക്കറിയാം വിഴിഞ്ഞം പോർട്ടും അതുപോലെ തന്നെ ചെറുകിട പോർട്ടുകളുമെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ചെയ്യുന്നു എന്ന് അങ്ങ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ലോജിസ്റ്റിക്സ് പാർക്കും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു മാരിടൈം ഇന്നൊവേഷൻ ഹബ്ബായിട്ട് കേരളത്തെ മാറ്റുന്നതിനും ഇന്ത്യയിലെ മാരിടൈം ഇന്നൊവേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനും ഇപ്പോൾ ആധുനികമായിട്ടുള്ള കുറേ ഗ്രീൻ പോർട്ട്, പരിസ്ഥിതി സൗഹൃദമായ പോർട്ടാക്കുന്നു, സ്മാർട്ട് പോർട്ടുകളായി മാറുന്നുണ്ട്, ഗ്രീൻ ഹൈഡ്രജൻ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ ഈ മേഖലയിൽ ഏറ്റവും സാങ്കേതികമായ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ AI അതോടൊപ്പം IoT അടക്കമുള്ളത് ലോജിസ്റ്റിക് മേഖലയിൽ കൊണ്ടുവരുന്നതിനും മാരിടൈം സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, പ്രത്യേകിച്ച് മാരിടൈം ഇൻക്യുബേഷൻ സെന്ററുകൾ ആരംഭിച്ചുകൊണ്ട് അത്തരത്തിൽ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനും ഈ മേഖലയിൽ വലിയ വ്യവസായ സാധ്യതകൾ പ്രത്യേകിച്ച് പുതിയ ചെറുപ്പക്കാരായ ആളുകൾക്കൊക്കെ തന്നെ ഇത് ഒരുക്കാനും കഴിയുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. പുതിയ വ്യവസായ സാധ്യതകൾക്കുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ CC മുകുന്ദൻ. സാർ, കേരളത്തിൻ്റെ സമുദ്രതീരത്ത് തുറമുഖത്തിനായി പ്രഖ്യാപനം നടത്തിയ മേഖല കേന്ദ്രീകരിച്ച് സമുദ്ര അധിഷ്ഠിതമായ വ്യവസായങ്ങൾ ഉൾപ്പെടെ എങ്ങനെ വളർത്തിയെടുക്കണം എന്നതിൽ അഭിപ്രായ രൂപത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സ്വീകരിച്ചിട്ടുണ്ട് സാർ. ശ്രീ വിൻസെന്റ്. 2025 മെയ് മാസം 25-ാം തീയതിയാണ് സാർ MSC എൽസ 3 കടലിൽ മുങ്ങിയത്. സാറ് 600ഓളം കണ്ടെയ്നറുകൾ, അതുപോലെ തന്നെ ഡീസലും ബങ്കർ ഓയിലും ഉൾപ്പെടെ അതിനകത്ത് മുങ്ങിക്കിടക്കുകയാണ്. സാറ് ഇന്ത്യൻ പോർട്ട് ആക്റ്റും ഇന്ത്യൻ മറൈൻ ഷിപ്പിംഗ് ആക്റ്റും അതുപോലെ ഇൻ്റർനാഷണൽ കൺവെൻഷനുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അത് കപ്പലുടമകൾ നീക്കം ചെയ്യേണ്ടതാണ്. ഇതവർ ചെയ്തില്ലെങ്കിൽ സ്റ്റേറ്റ് അതിലിടപെട്ട് അത് നീക്കം ചെയ്യണമെന്നുള്ളതാണ് നിയമം. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് അത് ചെയ്യാതിരിക്കുകയും ആ ചെയ്യാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടുത്തെ പരിസ്ഥിതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ജനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്കും വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത് നീക്കം ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത നടപടികൾ എന്തെല്ലാമാണ് എന്ന് വിശദീകരിക്കാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഇത്തരം വിഷയങ്ങൾ അന്താരാഷ്ട്ര കപ്പൽശാലയിൽ വരുന്ന കപ്പൽ മുങ്ങുന്ന വിഷയങ്ങളെല്ലാം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് അതിൻ്റെ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അത് കൃത്യമായി കേരളം കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം നമുക്കുള്ള നഷ്ടം ഈടാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ശ്രീ കെ ആൻസ്ലാൻ. സാർ, എന്തു വന്നാലും ഞങ്ങൾ വിഴിഞ്ഞം പദ്ധതി എതിർക്കും, തടസ്സപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് മുന്നിൽ സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കി 2028 പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചേർത്തുന്ന ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മന്ത്രി അഭിനന്ദിക്കുക. സാർ, എൻ്റെ ചോദ്യം നെയ്യാറ്റിൻകരയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ ഭാവിയിലെ പ്രവർത്തനങ്ങളിൽ നെയ്യാറ്റിൻകരയെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയുമോ? അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്? യെസ് മിനിസ്റ്റർ. ഇപ്പം തന്നെ നെയ്യാറ്റിൻകര താലൂക്കിൽ 406 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, പ്രാഥമിക കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ഭാഗം ജില്ലാതലത്തിലുള്ള ആലോചനയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ വലിയ വികസനം വരാൻ ഉള്ള നീക്കങ്ങൾ നടക്കുന്നു. ശ്രീമതി KK രമ. താങ്ക് യു സാർ. സാർ, വൻകിട തുറമുഖങ്ങൾ നിക്ഷേപ സമാഹരണത്തിലൂടെ മുന്നേറുമ്പോൾ പൗരാണിക വ്യാപാര കവാടമായിരുന്ന വടകര തുറമുഖം പോലുള്ള ചെറു തുറമുഖങ്ങൾ ദൈനംദിന ചെലവുകൾക്ക് പോലും വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് സാർ. സാധാരണക്കാരായ മണൽ തൊഴിലാളികൾ കടലാഴങ്ങളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾക്കിടയിലൂടെ മുങ്ങിത്തപ്പി വാരുന്ന മണൽ വിൽപ്പനയിലൂടെയാണ് സാർ ഇപ്പോൾ തുറമുഖത്തിൻ്റെ ദൈനംദിന ചെലവുകൾ പോലും വഹിക്കുന്നത്. സാർ, മണൽ വരുന്ന ഈ തൊഴിലാളികൾക്ക് മതിയായ കൂലിയോ അപകട ഇൻഷുറൻസോ ക്ഷേമനിധിയോ ഒരു ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നില്ല. സാർ, ഇത് സംബന്ധിച്ച് തൊഴിലാളികളും ഉദ്യോഗസ്ഥന്മാരും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സാർ, ഈ തൊഴിലാളികളുടെ കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നാണ് സാർ. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച രൂപത്തിൽ ആ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുകയും മെമ്പറുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. ഡോക്ടർ സുജിത് വിജയൻ പിള്ള.
താങ്ക് യു സാർ. നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്ട് 10 വർഷക്കാലം ഹൈക്കോടതിയുമായിട്ടുള്ള വ്യവഹാരത്തിൽ അതിൻ്റെ പണി മുടങ്ങി കിടക്കുകയായിരുന്നു. ഇപ്പോൾ കോടതി വിധിയെല്ലാം വന്നു, അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തീകരിച്ചു. നമ്മളൊരു ഗ്ലോബൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിരുന്നു അതിൻ്റെ തുടർ നടപടികൾക്കായിട്ടും പണി പൂർത്തീകരിക്കുന്നതുമായിട്ട്. അത് വേഗത്തിലാക്കാൻ വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? നീണ്ടകരയിലെ എത്രയും വേഗം അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താല്പര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടപടികൾ മുന്നോട്ട് നീങ്ങുന്നു. ശ്രീ എ കെ മഷ്റഫ്. ഏറ്റവും കൂടുതൽ കപ്പൽ ജീവനക്കാരുള്ള ഒരു പ്രദേശമാണ് മഞ്ചേശ്വരം മണ്ഡലം. അവരെ സീമൻസ് എന്നാണ് വിളിക്കാറുള്ളത്. പരമ്പരാഗതമായി ഒരു കപ്പലിൽ സാധാരണ കിഡ്നാപ്പൊക്കെ നടക്കുമ്പോൾ എൻ്റെ നാട് വല്ലാണ്ട് ടെൻഷൻ അടിക്കാറുണ്ട്. അവിടെ പലപ്പോഴും ഒരു മാരിടൈം അക്കാഡമിയെക്കുറിച്ചുള്ള ആലോചന വർഷങ്ങളായി മഞ്ചേശ്വരത്ത് സ്ഥാപിക്കുന്ന ചർച്ചയും ഞാനടക്കം ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം സഭയിലും മന്ത്രിയെ കണ്ട് സമർപ്പിച്ചതാണ്. അവരുടെ മക്കൾ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ മുംബൈയെ ഡൽഹി ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. അവർക്ക് അത്തരത്തിലുള്ളൊരു അക്കാദമി അങ്ങയുടെ പരിഗണനയിലുണ്ടോ? ഇപ്പം നമുക്ക് നിലവിലുള്ളത് കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെ നീണ്ടകരയിലുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ളത്. ഒരു അക്കാദമി ഉൾപ്പെടെ ഭാവിയിൽ ആലോചിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ അത് പരിഗണനയിൽ എടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട പി ജെ ജോസഫ്. സർ, റെയിൽ കണക്ടിവിറ്റി എത്ര കോടി രൂപയാണ് ചിലവാകുന്നത്? എന്നത്തേക്ക് പൂർത്തിയാവും? റെയിൽവേ കണക്ടിവിറ്റി അങ്ങ് ചോദിച്ചത് വിഴിഞ്ഞമായിരിക്കും അല്ലേ? വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടതാണോ? ഏതാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ബഹുമാനെ അങ്ങ് സൂചിപ്പിച്ച വിഴിഞ്ഞമാണെന്ന് അല്ല, വിഴിഞ്ഞ അന്താരാഷ്ട്ര റെയിൽ കണക്ടിവിറ്റി. 10.27 കിലോമീറ്ററാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന റെയിൽവേ പാത. അതിൽ 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ്. ഇപ്പോൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗവൺമെൻറ് അതിനുവേണ്ടി 1482 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. 2 വില്ലേജിലെ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു. ബാക്കിയുള്ളത് കൊങ്കൺ റെയിൽവേ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ കെ പ്രേംകുമാർ. പൊതുവിൽ അപ്രധാനവും അപ്രസക്തമെന്ന് കരുതിയ മേഖലയായിരുന്നു കേരളത്തെ സംബന്ധിച്ച് തുറമുഖം. എന്നാൽ ഇന്ന് ലോക ശ്രദ്ധയാകർഷിക്കുന്ന നിലയിൽ ഗവൺമെൻറ്റും തുറമുഖ വകുപ്പും നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഭാഗമായി നമുക്ക് മാറാനും ഉയരാനും സാധിച്ചിട്ടുണ്ട്. എങ്കിലും തുറമുഖ വകുപ്പിന് കീഴിലുള്ള നിഷ്ക്രിയ ആസ്തികൾ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ എന്തെല്ലാമാണ് സ്വീകരിച്ചതെന്ന് വിശദീകരിക്കാം? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഇപ്പോൾ നിഷ്ക്രിയ ആസ്തികളായിട്ടുള്ള ഭൂമി, കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ചില ബംഗ്ലാവുകൾ, അതെല്ലാം തന്നെ വീണ്ടും നമ്മൾ പുനരുദ്ധരിച്ച് ടെൻഡർ ചെയ്ത് അതെല്ലാം പ്രായോഗികമായി നടപടിക്രമത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ശ്രീ പി അബ്ദുൽ ഹമീദ്. കേരളത്തിൽ ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്ക് ഭാവിയിൽ വലിയ സാധ്യത ഉണ്ടാകുമെന്നത് കണക്കിലെടുത്ത് ബേപ്പൂർ തുറമുഖം, കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, നിർമ്മാണം പുരോഗമിച്ചു വരുന്ന ദേശീയപാത എന്നീ സാധ്യതകൾ ഉൾപ്പെടുത്തി മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ ലോജിസ്റ്റിക് പാർക്കുകൾ സ്ഥാപിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതാ പഠനം നടത്തിയിട്ടുണ്ടോ? മിനിസ്റ്റർ. അത് ഭാവിയിൽ ആലോചിക്കുന്നതാണ് സർ. ശ്രീ കെ വി സുമേഷ്. സർ, നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള മലബാർ ഇൻ്റർനാഷണൽ ഗ്രീൻഫീൽഡ് പോർട്ട് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റായിട്ട് അംഗീകരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ആ അനുമതി ലഭ്യമായിട്ടുണ്ടോ? അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും? അങ്ങ് സൂചിപ്പിച്ചതുപോലെ അത് നമ്മൾ ചർച്ച ചെയ്ത് കേന്ദ്രത്തിന് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ അംഗീകാരം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അനന്തര നടപടി സ്വീകരിക്കുന്നത്. ശ്രീ ചാണ്ടിയുമ്മൻ. വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ 6000 കോടിയുടെ അഴിമതിയാണ് അന്ന് ഉന്നയിച്ചത്. പക്ഷെ അതിനുശേഷവും അത് നടപ്പിലാക്കുവാൻ കേരളത്തിൽ വന്ന സർക്കാരുകൾ സാധിച്ചിട്ടുണ്ട്. ഈ വിഴിഞ്ഞം പദ്ധതിയുമായി കണക്ട് ചെയ്ത നാഷണൽ ഹൈവേ എന്ന് പൂർത്തിയാകും എന്നുള്ള ചോദ്യമാണ്. മിനിസ്റ്റർ. അതിലിപ്പോൾ താൽക്കാലികമായിട്ടുള്ള അപ്രോച്ച് റോഡ് ഫെബ്രുവരി മാസത്തിൽ തന്നെ കണക്ഷനാവും. കഴിഞ്ഞ ദിവസം അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇനി വരാനുള്ളത് ഫ്ലവർ ലീഫ് ഉൾപ്പെടെയുള്ള റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള മറ്റ് കണക്ടിവിറ്റിയാണ്. അതിനുവേണ്ടി ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ത്വരിതഗതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ചോദ്യം നമ്പർ 33 ശ്രീ പി നന്ദകുമാർ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ. സർ, സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ പ്രധാന സ്രോതസ്സാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം. ഓരോ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ് വരുമ്പോഴും കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ ഡിവിസിബിൾ പൂളിൽ നിന്നും കേരളത്തിനുള്ള വിഹിതം കുറഞ്ഞു വരികയാണ്. 10ാം ധനകാര്യ കമ്മീഷനിൽ 3.88% നികുതി
15ാം ധനകാര്യ കമ്മീഷൻ 1.925% കുറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ 10,000-കണക്കിന് കോടി രൂപയുടെ കുറവാണ് കേരളത്തിൻ്റെ വരുമാനത്തിൽ വർഷം തോറും ഉണ്ടാകുന്നത്. 12ാം ധനകാര്യ കമ്മീഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ തദ്ദേശ ഗ്രാൻഡിലുള്ള വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് കേരളത്തിനായിരുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ തുടങ്ങിയ 20ഓളം സംസ്ഥാനങ്ങൾക്ക് വിഹിതത്തിൽ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. നികുതി വിഹിതം ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാവാറില്ല. എന്നാൽ ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ള മറ്റ് ഗ്രാൻറ്റുകൾ ലഭിക്കുന്നതിൽ വിവിധ മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിട്ടുള്ളതിനാൽ കാലതാമസം നേരിടുന്നുണ്ട്. 10ാം ധനകാര്യ കമ്മീഷൻ മുതൽ 15ാം ധനകാര്യ കമ്മീഷൻ വരെ ഡിവിസുകൾ പൂളിൽ നിന്നും കേരളത്തിന് ശുപാർശ ചെയ്ത വിഹിതം ശതമാനക്കണക്കിൽ കൊടുത്തിരിക്കുന്നു. സാർ, ഇത് പ്രധാനപ്പെട്ടാണ് സാർ. 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കേരളത്തിന് ലഭിച്ച വിഹിതം 3.88% 11-ൽ അത് 3.06 12-ൽ അത് 2.67 13-ൽ 2.34 15ാം ധനകാര്യ കമ്മീഷൻ 14ാം ധനകാര്യ കമ്മീഷൻ സമയത്ത് 2.5 എന്നാൽ 15ാം ധനകാര്യ കമ്മീഷൻ്റെ തൊട്ട് മുമ്പ് ഒരു വർഷത്തേക്കുള്ളൊരു ധനകാര്യ കമ്മീഷൻ്റെ ഭാഗം ഉണ്ടായിരുന്നു. അത് 1.94 ഇപ്പോൾ 1.925 സാർ, ഈ തരത്തിലുള്ള കുറവാണ് വന്നത് സാർ. വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലായി 2025 സെപ്റ്റംബർ മാസം വരെ കേന്ദ്ര സർക്കാരിൽ നിന്നും 5,650 കോടി രൂപ നമുക്ക് ലഭിക്കാനുണ്ട്. അതിൻ്റെ വിശദമായ ലിസ്റ്റ് ഇതിലുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിനകത്ത് നമ്മൾ ബന്ധപ്പെടുകയും ഉദ്യോഗസ്ഥന്മാർ പോവുകയും മന്ത്രിമാർ തന്നെ ഇക്കാര്യത്തിനകത്ത് നേരിട്ട് അവരെ കേന്ദ്ര മന്ത്രിമാരെ കാണുകയും ചെയ്തിട്ടുണ്ട്. ആശയവിനിമയം നടക്കുന്നുണ്ട്. സാർ, ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കിയത് വികസന നേട്ടങ്ങൾ ആർജിച്ചതും കേന്ദ്ര ഡിവിസുകൾ പൂളിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം കുറയുന്നതിന് കാരണമാകുന്ന സ്ഥിതിയുണ്ട്. സാർ, ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് പരിഹരിക്കുന്നതിനായി ഡിവിസുകൾ പൂളിൻ്റെ ഏറ്റവും കുറഞ്ഞത് 50%, ആകെ കേന്ദ്രത്തിന് കിട്ടുന്ന ഡിവിസ് താഴോട്ട് കൊടുക്കാവുന്ന വരുമാനത്തിൻ്റെ 50% എങ്കിലും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണമെന്നുള്ള വ്യക്തമായ വാദങ്ങളും മറ്റ് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തിൽ കാര്യമായ മാറ്റം വരാത്ത വിധവും കേരളത്തിന് മെച്ചപ്പെട്ട വിഹിതം ലഭിക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കിടയിലുള്ള തിരശ്ചീന നികുതി വിഭജനത്തിനായി ഹൊറിസോണ്ടൽ ഡെവല്യൂഷന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിവേദനം 16ാം ധനകാര്യ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞെങ്കിലും അത് അനൗൺസ് ചെയ്തിട്ടില്ല. സാറ്, 2024-25 സാമ്പത്തിക വർഷത്തിൽ, ഞാൻ എല്ലാം വായിക്കുന്നില്ല, 24-25 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 75% തനത് നികുതിയേതര വരുമാനത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വ്യത്യസ്തമായി ഈ തരത്തിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. ഇത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമ്മളെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. സാർ, എങ്കിലും നമ്മൾ 2021-20 38.47% കടബാധ്യത ആഭ്യന്തര ഉൽപ്പാദന അനുപാതവുമായി ബന്ധപ്പെട്ട് 24-25 അത് 34.87% താഴ്ന്നിട്ടുണ്ട്. CNDIയുടെ സ്റ്റേറ്റ് ഫിനാൻസ് 22-23 റിപ്പോർട്ട് പ്രകാരം പബ്ലിക് ഡെറ്റ് GSDPയുടെ 24.71%. കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം 2015-16 5.61 ലക്ഷം കോടിയായിരുന്നു. 24-25 12.49 ലക്ഷം കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ശരാശരി 12% സാമ്പത്തിക വളർച്ച നമുക്ക് സാധിക്കുന്നുണ്ട്. ആളോഹരി വരുമാനം 2016 1,64,554 രൂപയിൽ നിന്നും 2024 3,17,723 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. സാർ, കേരളത്തിൻ്റെ ധനമാനേജ്മെൻറ്റ് മെച്ചപ്പെട്ട നിലയിലാണെന്ന് RBIയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റുകളെ സംബന്ധിച്ച റിപ്പോർട്ടും CNDIയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസ് ഓഡിറ്റ് റിപ്പോർട്ടും സൂചിപ്പിക്കുന്നു. ശ്രീ പി നന്ദകുമാർ. സർ, കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം തരാതെ ബുദ്ധിമുട്ടിക്കുമ്പോഴും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാരിനെയും ധനകാര്യമന്ത്രിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. സർ, എൻ്റെ ചോദ്യം, BJP അനുകൂല സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ അവിഹിതമായ സഹായം നൽകുന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാമ്പത്തിക വിരോധം കാരണമുണ്ടായ പ്രതിസന്ധി വിശദീകരിക്കാമോ? യെസ്, മിനിസ്റ്റർ. സാർ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളോട് വ്യത്യസ്തമായ സമീപനമാണ് എടുക്കുന്നതെന്നുള്ള പരാതി വിവിധ സംസ്ഥാനങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ GST കൗൺസിലിൻ്റെ പുതിയ റേറ്റ് റാഷണലൈസേഷന് മുമ്പ് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷ സംസ്ഥാനങ്ങളാണ് ഒരു യോഗം ചേർന്നിരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും അതിലുണ്ടായിരുന്നു. ഒറ്റ അഭിപ്രായം തന്നെയാണ് അവിടെ ഈ സമിതികൾ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞത്. റേറ്റ് റാഷണലൈസേഷനും മറ്റുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ 8,000-ഓളം കോടി രൂപ അടുത്ത വർഷം സാമ്പത്തിക വർഷം കേരളത്തിന് മാത്രം നഷ്ടപ്പെടും. ഇത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കോമ്പൻസേഷൻ വേണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സാർ ഒരേ രീതിയിലല്ല വരുമാനം കിട്ടുന്നത്. സാർ, നേരത്തെ ധനകാര്യ കമ്മീഷൻ വിഹിതം ഓരോ സംസ്ഥാനത്തിന് കൊടുക്കുമ്പം കേരളം, ആസാം, ജാർഖണ്ഡ്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഒരേ പെർസെൻറ്റേജാണ് കിട്ടിയിരുന്നത് സാർ, ഒരു 3.5%. സാർ, ഇപ്പോൾ കേരളത്തിന് 1.9% കിട്ടുമ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് അത് തന്നെ കിട്ടുന്നുണ്ട് സാർ. ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല സാർ, സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുക്കണം. ഇന്ത്യയുടെ ആകെ റവന്യൂ കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 75%-ഓളം നമ്മൾ തന്നെ കണ്ടെത്തേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്.
എന്നാൽ ഇന്ത്യ ശരാശരിയിലെ റവന്യൂ ഓരോ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 53% വരെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ട്രാൻസ്ഫേഴ്സ് ആണ് സാർ. അപ്പോൾ ഈ തരത്തിലുള്ള വ്യത്യാസം സംസ്ഥാനങ്ങളോട് വരുന്നുണ്ട്. ആ പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. സുപ്രീം കോടതി വരെ കേസിന് പോകേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് സാർ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സമീപനം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ടത് ഗവൺമെൻറ്റിനല്ല സാർ, ഗവൺമെൻറ്റിനോ ഒരു മുന്നണിക്കോ അല്ല സാർ. സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട പണം കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളത് ഒരു 2.5 ലക്ഷം കോടിയോളം കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം നമുക്ക് കിട്ടേണ്ട പണം കിട്ടാതിരുന്നു എന്നുള്ള പ്രശ്നം സുപ്രീം കോടതി വരെ പോയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സാർ. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ വളരെ ഗൗരവമായിട്ട് ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ആ ഭാഗം വായിക്കാതിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് കൂട്ടിച്ചേർത്ത് നമ്മുടെ സഭ ശ്രദ്ധിച്ചതും അംഗീകരിച്ചതാണല്ലോ സാർ. ഇതാണ് കേരളക്കാരത്തിന് വേണ്ടി വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട് സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസം തരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ എന്തെല്ലാം നടപടികളാണ് കൈക്കൊള്ളുന്നത്? യെസ് മിനിസ്റ്റർ. സാർ, ഈ ഞാൻ തൊട്ടു മുമ്പത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ പ്രശ്നങ്ങൾ സംസ്ഥാനത്തിൻ്റെ ദൈനംദിന സാമ്പത്തിക കാര്യങ്ങളെ ബാധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കീഴടങ്ങുകയോ ഏതെങ്കിലും പ്രവർത്തന ചെലവുകൾ നിർത്തിവെക്കുകയോ പദ്ധതികൾ നിർത്തിവെക്കുകയോ അല്ല സാർ കേരളം ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കണക്കുണ്ട് സാർ. കഴിഞ്ഞ 10, 20, 30 വർഷത്തെ അല്ലെങ്കിൽ 50 വർഷത്തെ കണക്കെടുത്താൽ ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന ചെലവുകളുടെ വളർച്ച അതിൻ്റെ തോതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകാതാണ് സാർ ഇപ്പോഴും നമ്മൾ നടത്തിയിട്ടുള്ളത്. സാർ, ഇപ്പോൾ തൊട്ട് 2 ഗവൺമെൻറ്റുകളുടെ കാര്യം എടുത്താൽ തൊട്ട് മുമ്പത്തെ 1-ാം പിണറായി സർക്കാർ ഒരു വർഷം ചിലവാക്കിയത് 1,17,000 കോടി രൂപയാണ്. 1,17,000 കോടിയാണ് ശരാശരി ഒരു വർഷത്തെ ചിലവെങ്കിൽ ഇത്രയും കട്ടിങ് 2.5 ലക്ഷത്തോളം കോടി രൂപയുടെ കട്ടിങ് വന്നിട്ടും നമ്മൾ ആ ചിലവിൻ്റെ കാര്യത്തിനകത്ത് 1,70,000 കോടിയിലധികം ഒരു വർഷം എന്ന നിലയിലേക്ക് നമുക്ക് ആവറേജ് എക്സ്പെൻഡിച്ചർ എത്തിക്കാൻ പറ്റി. അത് സാർ ഇത്രയും കട്ടിങ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു 10,000-50,000 കോടി രൂപയെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം മാറ്റം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പരിഹരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക രംഗത്തെ എല്ലാവരും ചേർന്ന് തന്നെ നമ്മുടെ നാടിന് എല്ലാവരുടെയും പിന്തുണ അതിനകത്തുണ്ട്. നമ്മുടെ നികുതി കൂട്ടാൻ പറ്റില്ല സാർ, പക്ഷേ നികുതി കൃത്യമായി കളക്ട് ചെയ്യുക. എക്കണോമിക് ഗ്രോത്ത്, ഇപ്പോൾ വ്യവസായം ഉൾപ്പെടെ എല്ലാ മേഖലയിലും കാർഷിക മേഖലയിലൊക്കെ ഗ്രോത്തിൻ്റെ കണക്കുകൾ വരുന്നുണ്ട്. എല്ലാ മേഖലയിലും വരുന്ന ഗ്രോത്ത് വഴി ആണ് സാർ നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തകർന്നു പോകുമെന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ച ഒരവസ്ഥയിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ നിലപാട് കാരണം നമ്മൾ തകരാതെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് സാർ. ഇന്നിപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചുള്ള എക്കണോമിക് സർവേയുടെ റിപ്പോർട്ടും ഒക്കെ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് സാർ. ശ്രീ IB സതീഷ്. സാർ, ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരിക്കലും പ്രകടമാക്കാൻ പറ്റാത്ത പകയും വിവേചനവും കേരളത്തോട് കാണിക്കുകയാണ്. വിധവാ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് നൽകേണ്ട കേന്ദ്രവിഹിതം നൽകുന്നില്ല. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട തുക നൽകുന്നില്ല. അതുവഴി ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും വേതനം നൽകാനാകാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഈ സാഹചര്യത്തിൽ ഏൽക്കേണ്ടി വരുന്ന അധിക ഭാരം എങ്ങനെയാണ് മറികടക്കാനാവുക? മിനിസ്റ്റർ. സാർ, ഈ അധിക ഭാരം ധാരാളം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഞാൻ ഈ വർഷത്തെ കണക്ക് തന്നെ പറഞ്ഞു സാർ. 5,600 ചില്ലാനും കോടി രൂപ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് വിവിധ സെൻട്രൽ പിന്നെ ഈ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള പദ്ധതികളിൽ കേന്ദ്രവിഹിതമായി കിട്ടാനുള്ളത് നമുക്ക് പെൻഡിങ് ആണ്. നമുക്കാണെങ്കിൽ ഫീസൊന്നും വർദ്ധിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ടാക്സ് ഒന്നും വർദ്ധിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ GST ഉൾപ്പെടെ എല്ലാം തീരുമാനിക്കുന്നത് കൗൺസിലാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ് മുൻകൈ. മദ്യവും പെട്രോളുമാണ് ആകെ. അത് നമുക്ക് കൂട്ടാൻ പറ്റുന്നില്ല നമ്മൾ എടുക്കുന്നില്ല. കാരണം മദ്യത്തിന് വില കൂട്ടിയാൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കും. അതുകൊണ്ട് നിലവിലുള്ളതിനെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ തരത്തിലും ശ്രമിക്കുന്നുണ്ട് സാർ. വളരെ ഒപ്റ്റിമൈസ് ചെയ്ത് സാമ്പത്തികമായിട്ട് കൃത്യമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനാണ്. ഒരു കാര്യത്തിലും കുറവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ മേഖലയിലും പണം കൂടുതൽ ചിലവാക്കാനും കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആകെ സഹകരണത്തോടുകൂടി ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാണ് സാർ. ശ്രീ PP സുമോദ്. സാർ, കേരളം പുരോഗതിയുടെ കാര്യത്തിൽ, സാമൂഹിക പുരോഗതിയുടെ കാര്യത്തിൽ ഒട്ടേറെ മുന്നിലാണ്. ചികിത്സാ രംഗമായാലും വിദ്യാഭ്യാസ മേഖലയായാലും ഒക്കെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പുരോഗതി നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സൂചകങ്ങൾ മറയാക്കി കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം തടയുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെ അതിശക്തമായ സാമ്പത്തിക ഉപരോധം തീർക്കുന്നു. സാർ, BJP ഇതര സംസ്ഥാനങ്ങൾക്കെതിരായുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥക്കെതിരെ ദക്ഷിണേന്ത്യൻ BJP ഇതര ധനമന്ത്രിമാരുടെ യോഗത്തിൻ്റെ പ്രാധാന്യവും അനന്തരഫലവും ഒന്ന് വിശദമാക്കുന്നു. യെസ് മിനിസ്റ്റർ. സാർ, കേരളത്തിൽ നമ്മൾ ഈ ഒരു ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു സമ്മേളനം വിളിച്ചിരുന്നു സാർ. ഈ ധനകാര്യ കമ്മീഷൻ്റെ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ്
മുൻപ് അതിനകത്ത് പങ്കെടുത്തത് കേരളം, കർണാടകം, തമിഴ്നാട്, പിന്നെ തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ പങ്കെടുത്തിരുന്നു. പഞ്ചാബിൽ നിന്ന് ഇക്കാര്യത്തിനകത്ത് സഹകരിച്ചിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ധനകാര്യ കമ്മീഷൻ്റെ സമീപനത്തെ സംബന്ധിച്ചും ഇന്ത്യയിലെ സ്റ്റേറ്റുകളോട് തുല്യമായി ഇടപെടേണ്ട കാര്യത്തെ സംബന്ധിച്ചും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഫിസ്ക്കൽ ഫെഡറലിസം സംരക്ഷിക്കേണ്ട കാര്യത്തെപ്പറ്റി നല്ലൊരു സെമിനാറാണ് സാർ നടന്നത്. ഒരു ദിവസം ഈ സംസ്ഥാനത്തെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വന്നിരുന്നു സാർ. അതിനകത്ത് പങ്കെടുത്ത ഒരാൾ നേരത്തെ BJPയുടെ തന്നെ കാര്യങ്ങളിൽ അഡ്വൈസറായിരുന്ന ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹം കോൺഗ്രസ് ഗവൺമെൻറ്റുള്ള സമയത്തൊക്കെ അത് പ്രശസ്തനായ ഒരു വേൾഡ് ബാങ്കിലൊക്കെ ജോലി ചെയ്ത എക്കണോമിസ്റ്റാണ്, അരവിന്ദ് സുബ്രഹ്മണ്യം. അദ്ദേഹമാണ് ഈ GSTയുടെ കാര്യം വന്നപ്പോൾ അതിനകത്ത് എക്കണോമിക് അഡ്വൈസറായിട്ട് അതിനകത്ത് 14.5% റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്ന, അതായത് ആകെ 100 രൂപ കളക്ട് ചെയ്യുമ്പം 14% ടാക്സ് ആവറേജ് ആണെന്നൊക്കെയുള്ള ഫിക്സ് ചെയ്തതൊക്കെ അദ്ദേഹം ഉൾപ്പെടെ ഈ GSTയുടെയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ എത്രത്തോളം പഴയ കൺസെപ്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു സാർ. അപ്പോൾ അങ്ങനെ നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കാനും പൊതുവിൽ ഈ ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൻ്റെ ഭാഗമായി പിന്നീട് ധനകാര്യ കമ്മീഷന് മുന്നിൽ പിന്നീടുള്ള കാര്യങ്ങൾക്ക് നല്ലതുപോലെ ഇടപെടാനും രാജ്യത്താകെ സംസ്ഥാനങ്ങളോട് ഈ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതിനകത്തൊരു വേർകൃത്യമുണ്ട്, ഒരു ആർബിട്രറിനെസ് ഉണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും പറ്റിയിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റ് കുറേശ്ശെ ഉണ്ടാവും എന്ന് തന്നെയാണ് സർ കരുതുന്നത്. ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളി. സാർ, സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാതെ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന യൂണിയൻ ഗവൺമെൻറ് പുതുതായി അടിച്ചേൽപ്പിച്ച നിയമം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് പുതുതായി രൂപപ്പെടുത്തിയ സാമ്പത്തിക ബാധ്യത എത്രയെന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് അധികമായി വന്ന സാമ്പത്തിക ബാധ്യത. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. അതിൻ്റെ പേര് മാറ്റി, അതിൻ്റെ ഘടന മാറ്റി, അതിൻ്റെ കൺസെപ്റ്റ് മാറ്റി. കാരണം ഇത് ഒന്നാം UPAയുടെ സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇടതുപക്ഷം ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല UPA നേതൃത്വത്തിനല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ 3 ലക്ഷത്തിലധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന കാർഷിക വരുതിയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അങ്ങനൊരു നിയമം കൊണ്ടുവന്നത് MNRE. അതിപ്പോൾ ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, ഫലത്തിൽ 60-40 എന്നൊരു കണ്ടീഷൻ കൊണ്ടുവന്നത് മാത്രമല്ല, തൊഴിൽ ദിനങ്ങൾ എത്ര വേണം, ഏതൊക്കെയാണ് അംഗീകരിക്കുന്നത് എന്നുള്ളൊരു കണ്ടീഷനോട് വെച്ചിട്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി പോലും തൊഴിൽ കിട്ടുന്ന അവസ്ഥയില്ല. ഈ ഉള്ള ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയിൽ നിന്ന് ഇനിയും ഈ അഡീഷണൽ വളരെ വെട്ടിക്കുറച്ചു ഓൾറെഡി. അതിൻ്റെ മേലെ അധിക ബാധ്യത കൂടി വരുവാണ്. നമുക്കൊരു ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് 12,000 കോടിയുടെ എങ്കിലും അധിക ബാധ്യത വരുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ഇനി എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോഴും കൃത്യമായി ചിത്രം കിട്ടിയിട്ടില്ല സാർ. എന്തായാലും 8 കോടി 9 കോടി തൊഴിൽ ദിനം വരെ കിട്ടുന്ന കേരളത്തിൽ വലിയ തോതിൽ അതില്ലാതാക്കുന്നൊരു ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയം കാരണം ഉണ്ടായിരിക്കുന്നത്. ഇത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ സാധാരണ ഗ്രാമീണ പ്രദേശങ്ങളിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് സാർ. യെസ്. ചോദ്യം നമ്പർ 34 ശ്രീ T. സിദ്ദിഖ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ ആൻസർ ടേബിൾ ചെയ്താൽ ചോദിക്കായിരുന്നു. സാർ ആദ്യത്തെ ഭാഗം വായിച്ചിട്ട് ബാക്കി ടേബിൾ ചെയ്യും സാർ, കാരണം അത്രേ സമയമുള്ളൂ. സാർ വിലക്കയറ്റം സംബന്ധിച്ചാണ്. വിലക്കയറ്റത്തിൻ്റെ കാര്യം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത കാര്യം ഗവൺമെൻറ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ MOSPI പ്രതിമാസം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന ഉപഭോക്തൃ സൂചിക റൂറൽ, അർബൻ ആൻഡ് കമ്പൈൻഡ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ വിലക്കയറ്റത്തിന് തോതുന്നത് കണക്കാക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾക്കിടയിൽ ഉള്ള അന്തരം കണക്കാക്കുന്നത്. ഡിസംബർ മാസം വരെയുള്ള സൂചികകൾ MOSPI പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാർ ഇതിൻ്റെ വിലക്കയറ്റത്തോതിനെ സംബന്ധിച്ച് പഠനവിധേയമാക്കിയിട്ടുണ്ട്. ഉപഭോക്തൃ വില സൂചിക കണക്കാക്കുന്നത് പ്രധാനമായും 6 ഗ്രൂപ്പുകളിലെ വിലകളിൽ വരുന്ന വ്യതിയാനവും അതിൻ്റെ പ്രാധാന്യവും വെയിറ്റേജും അനുസരിച്ചാണ് സാർ. അതൊന്ന് ഭക്ഷണവും പാനീയങ്ങളും, ഫുഡ് ആൻഡ് ബിവറേജസ്, 2 പാൻ, പുകയില, ലഹരി വസ്തുക്കൾ, 3 വസ്ത്രം, 4 ഇന്ധനവും വെളിച്ചെണ്ണയും, 5 വീട്, 6 മറ്റിനങ്ങൾ, മിസലേനിയസ് എന്നിവയാണ്. സാർ ഇവയിൽ ഭക്ഷണവും പാനീയങ്ങളും മറ്റിനങ്ങൾ എന്നീ 2 പ്രധാന ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട ഇനങ്ങളുടെ വിലയിലുള്ള വർധനമാണ് കഴിഞ്ഞ കുറച്ച് മാസമായി കേരളത്തിലെ വിലക്കയറ്റം കൂടാൻ പ്രധാന കാരണമെന്നാണ് സർക്കാർ കരുതുന്നത്. ഇതിനകത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ പ്രശ്നമുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതിന് നമ്മൾ സബ്സിഡി ഉപയോഗിച്ച് തന്നെ വെളിച്ചെണ്ണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ പൊതുമേഖലയിൽ വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പം കാർഷികോൽപ്പന്നത്തിന് വില കൂടി എന്നുള്ള കാര്യമുണ്ടെങ്കിലും വിലക്കയറ്റം വലിയ തോതിൽ ബാധിക്കാതെ ഒന്ന് നമുക്ക് പാം ഓയിലും മറ്റു എണ്ണയല്ല, നമ്മുടെ വെളിച്ചെണ്ണയാണ് പ്രധാനമായിട്ട് എടുക്കുന്ന ബാസ്ക്കറ്റിനകത്ത് ഒരു കാര്യം എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും കുക്കിങ്ങിന് അത് ഉപയോഗിക്കുന്നുള്ള വേറെ പ്രശ്നം. പക്ഷേ രണ്ടാമത്തെ കാര്യം, അത് നമ്മുടെ സമൂഹം അറിയാൻ വേണ്ടിയിട്ടാണ്. സ്വർണ്ണത്തോടുള്ള മലയാളിയുടെ പ്രയോഗമുണ്ട്. സ്വർണ്ണം ഈ ബാസ്ക്കറ്റിലുണ്ട് സാർ. നമ്മുടെ ഈ വിലക്കയറ്റം കണക്കാക്കുന്ന മിസലേനിയസ് ബാസ്ക്കറ്റിനകത്ത് സ്വർണ്ണമുണ്ട്. അപ്പോൾ ഉപഭോക്തൃ വില സൂചിക അഥവാ CPI കണക്കാക്കുമ്പോൾ
സ്വർണ്ണത്തെയും വെള്ളിയെയും പലവക വിഭാഗത്തിൽ വ്യക്തിഗത പരിചരണം അഥവാ പേഴ്സണൽ കെയർ എന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുന്നത്. സാധാരണക്കാരൻ്റെ പ്രതിമാസ ചെലവിൽ സ്വർണ്ണം ഉൾപ്പെടുന്ന പേഴ്സണൽ കെയർ വിഭാഗത്തിന് നൽകിയിട്ടുള്ള പ്രാധാന്യം അഥവാ വെയിറ്റേജ് കേരളത്തിൽ വളരെ കൂടുതലാണ്. ഇതാണ് ഇതിനകത്തെ പ്രധാന കാര്യം. ദേശീയ തലത്തിൽ ഈ വിഭാഗത്തിൻ്റെ വെയിറ്റേജ് ഏകദേശം 3.89% മാത്രമാണെങ്കിൽ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ഇത് 6.57%, ഗ്രാമപ്രദേശങ്ങളിൽ 10.42%. അതായത് ദേശീയ ശരാശരിയേക്കാൾ 2 മുതൽ 3 ഇരട്ടി വരെ പ്രാധാന്യമാണ് കേരളത്തിൽ പണപ്പെരുപ്പ നിരക്കിൽ സ്വർണ്ണത്തിനുള്ളത്. സാർ, ഇതിൻ്റെ ഫലമായി ആഗോള തലത്തിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റം കേരളത്തെ വളരെ രൂക്ഷമായി ബാധിക്കുന്നു. ഉദാഹരണത്തിന് സ്വർണ്ണവില 50% വർദ്ധിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ അത് മൊത്തം പണപ്പെരുപ്പത്തിൻ്റെ 0.55%. ചെറിയ വർധനവ് മാത്രമേ അതുണ്ടാക്കൂ. എന്നാൽ കേരളത്തിലാണെങ്കിൽ ഗ്രാമപ്രദേശത്തിൽ ഇതേ സ്വർണ്ണവിലയുടെ വർധനവ് മൊത്തം പണപ്പെരുപ്പത്തിൽ 4.6% വർധനവ് ഉണ്ടാക്കും. നഗരത്തിലാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലുണ്ടാക്കും. ഈ തലത്തിൽ ആഗോള സ്വർണ്ണവില വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ഈ മേഖലയെ ബാധിക്കുന്നുണ്ട് സാർ. ഇത് ഞാൻ ഈ സ്വർണ്ണത്തിൻ്റെ എടുത്തു പറഞ്ഞത് സാധാരണ വിലക്കയറ്റം എന്ന് പറയുമ്പം നമ്മൾ പലർക്കും മറ്റ് സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെയാണ്. അങ്ങനല്ല ഇതിൻ്റെ ബാസ്ക്കറ്റ് മോസ്പി കണക്കൂട്ടുന്നത് എന്നുള്ളത് നമ്മുടെ ജനങ്ങളും അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ സഭയിൽ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് കൂടിയാണ് നമ്മുടെ സ്വർണ്ണവിലയുടെ കാര്യം വരുന്നത്. 0.55 ആണ് ഓൾ ഇന്ത്യ ശരാശരി. കേരളത്തിൽ 6% ആണ് സാർ സ്വർണ്ണത്തിന്റെ വിലയുടെ. സർ, വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ടൂള് സപ്ലൈകോ ആണ് സാർ. സർ, ഈ സപ്ലൈകോയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് 2000 കോടിയോളം രൂപയാണ്. കേന്ദ്ര സർക്കാരും സമാനമായി 2000 കോടിയോളം. ബഡ്ജറ്റിൽ വകയിരുത്തുന്ന തുകയിൽ തീരെ നൽകാത്തതായിരിക്കുന്ന വളരെ പരിമിതമായി നൽകുന്ന സാഹചര്യമാണ്. എത്ര നൽകാനുണ്ട്, അത് നൽകാനുള്ള നടപടി സ്വീകരിക്കും? മിനിസ്റ്റർ. സാർ, സപ്ലൈകോയ്ക്ക് നൽകുന്ന തുകയിൽ വലിയ വർധനമാണ് സാർ വന്നേക്കുന്നത്. അത് വളരെ വിശദമായി അടുത്ത ദിവസം ബഡ്ജറ്റ് കണക്കുകളെല്ലാം വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സമയമെടുത്ത് പറയുന്നില്ല. ചോദ്യത്തിൻ്റെ സമയം അവസാനിക്കുന്നു. വളരെ വലിയ തോതിലാണ് കൊടുക്കാനുള്ള പണത്തിന് സർക്കാർ തന്നെ ഗ്യാരണ്ടി കൊടുത്ത് പണം എടുത്ത് കൊടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആ സപ്ലൈകോയെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് തന്നെ ആ സമീപനം. അതിനെയും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും പണം കൊടുക്കുകയും ചെയ്യും സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2023 ബഡ്ജറ്റിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ മാറ്റിവെച്ചതായിരിക്കുന്ന തുക 2000 കോടിയോളം രൂപയാണ്. പക്ഷെ അനുവദിച്ചതായി വളരെ ചെറിയതായിരിക്കുന്ന തുകയാണ്. ഈ തുകയിലുള്ളതായിരിക്കുന്ന അന്തരമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മെമ്പർ തെറ്റിദ്ധാരണ കൊണ്ടാണ് സാർ ആ ചോദ്യം ഉന്നയിക്കുന്നത്. നമ്മുടെ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയ്ക്ക് ഒരൊറ്റത്തി മാത്രം കൊടുക്കുന്നതല്ല. നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം നെല്ലെടുക്കുന്നത് സപ്ലൈകോ ഇങ്ങനെ വിവിധ മേഖലയിൽ കൊടുക്കുന്നതാണ്. ആ 2000 കോടി പലപ്പോഴും വെക്കുന്ന അതിനേക്കാളും കൂടുതൽ തന്നെ ചെലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന അരി ഉണ്ടാക്കുന്ന ആന്ധ്രയെക്കാളും വില കുറച്ച് കേരളത്തിൽ പലപ്പോഴും മാർക്കറ്റിൽ അരി കിട്ടുന്നത് സാർ. ഈ സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായത് വിലക്കയറ്റം സാർ. അതുകൊണ്ട് പൊതുവിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ സ്വത്തരമായ നടപടി സ്വീകരിക്കുന്നില്ല. അത് നടപടി സ്വീകരിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സാർ, പൊതുവിപണിയിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിയുള്ള നടപടികളുണ്ടാവും. ഇനി വരുന്ന ബഡ്ജറ്റിലായാലും അതിനൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ് സാർ കേരളം ഇക്കാര്യം കാണുന്നത്. ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.